Good morning, students. Good morning. How are you? Are you fine? നിങ്ങൾ നമുക്ക് GK പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. പേജ് നമ്പർ 30. എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ എടുത്തോ. ടെക്സ്റ്റും നോട്ട്ബുക്കും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. പേജ് നമ്പർ 30 നോക്കിക്കേ. 13. അതിൽ ക്യൂസ് എന്ന് പറഞ്ഞ് കിടക്കുന്നതുണ്ടോ? തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, എങ്കിൽ നോക്കേ. ഫസ്റ്റ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതെന്താണ് തന്നേക്കുന്ന ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ കൺട്രി വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. വേൾഡിലെ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള കൺട്രിയുടെ പേര് പറയാൻ. ഏതാണ്? നിങ്ങൾക്കറിയാമോ ഏതാണ്? ചൈന. ഫസ്റ്റ് ഒന്നാമത്തെ ആൻസർ എന്താണ്? ചൈന. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? നെയിം ദ കൺട്രി വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. വേൾഡിലെ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള കൺട്രിയുടെ പേരാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ കൺട്രി വിത്ത് ദ ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്ടൻസി 2060. അതായത് 2060 കണക്കനുസരിച്ച് ലൈഫ് എക്സ്പെക്ടൻസി ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്ടൻസി ഉള്ള കൺട്രി ഏതാണ്? അതായത് ആയുർദൈർഘ്യം അല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു പീരീഡ്, അതായത് ലൈഫ് എക്സ്പെക്ടൻസി ഉള്ള ഹയസ്റ്റ് ആയിട്ടുള്ള കൺട്രിയുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഏതാണെന്ന് അറിയാമോ? മൊണാക്കോ. സെക്കൻഡ് ആൻസർ ഏതാണ്? മൊണാക്കോ. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഓരോ ക്വസ്റ്റ്യന്റെയും സൈഡിൽ പിക്ചർ തന്നിട്ടുണ്ടല്ലേ? നോക്കിക്കേ. ഫസ്റ്റ് നമ്മുടെ ചൈനയുടെ പിക്ചർ തന്നിട്ടുണ്ടല്ലേ? നെയിം ദ കൺട്രി വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന സൈഡിൽ ചൈനയുടെ പിക്ചർ തന്നിട്ടുണ്ട്. ആൻസർ ചൈനയാണ്. സെക്കൻഡ് നോക്കിക്കേ. നെയിം ദ കൺട്രി വിത്ത് ദ ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്ടൻസി. അതായത് 2060 കണക്കനുസരിച്ച് ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്ടൻസി ഉള്ള കൺട്രി ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് നമ്മൾ പറഞ്ഞത്? മൊണാക്കോ. അതിന്റെ നേരെ അതിന്റെ പിക്ചറും തന്നിട്ടുണ്ട്. നോക്കിക്കേ എല്ലാവരും. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേ. നെയിം ദ സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. വേൾഡിലെ സ്മോളസ്റ്റ് കൺട്രി ഏതാണ്? ഏതാണ്? വത്തിക്കാൻ സിറ്റി. ഏതാണ്? വത്തിക്കാൻ സിറ്റി. മൂന്നാമത്തെ ആൻസർ ഏതാണ്? വത്തിക്കാൻ സിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർത്ത് വൺ. വിച്ച് കൺട്രി ഈസ് സെഡ് ടു ബി ഷേപ്ഡ് ലൈക്ക് ആൻ എലിഫന്റ് ഹെഡ്. അതായത് നമ്മുടെ ആനയുടെ തലയുടെ ആകൃതിയിലുള്ള കൺട്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ വല്ലതും? ആനയുടെ തലയുടെ ഷേപ്പുള്ള ഒരു കൺട്രി. നമ്മുടെ ടെക്സ്റ്റിന്റെ പിക്ചർ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവൂല്ലേ? നോക്കിക്കേ. ആനയുടെ തലയെ തുമ്പിക്കൈ പോലെ കണ്ടോ? അത് ഏത് കൺട്രി ആണെന്ന് അറിയാമോ? ഏതാ? തായ്ലാൻഡ്. ഏതാണ്? തായ്ലാൻഡ്. നമ്മുടെ ഫോർത്ത് ആൻസർ ഏതാ? തായ്ലാൻഡ്. വിച്ച് കൺട്രി ഈസ് സെഡ് ടു ബി ഷേപ്ഡ് ലൈക്ക് ആൻ എലിഫന്റ് ഹെഡ്. ആനയുടെ തലയുടെ ആകൃതിയിലുള്ള കൺട്രി ഏതാണ്? തായ്ലാൻഡ്. അടുത്ത നോക്കിക്കേ. ഫിഫ്ത്ത് വൺ. നെയിം ദ കൺട്രി ദാറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ ഒഫീഷ്യൽ ക്യാപിറ്റൽ. എന്താണ്? ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ, തലസ്ഥാനം ഇല്ലാത്ത കൺട്രിയുടെ പേര് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഏത് പറയാം? നമ്മുടെ ടെക്സ്റ്റിന്റെ സൈഡിലെ പിക്ചറിൽ തന്നെ ഉണ്ട്. ഏതാണ്? നൗറു. ഏതാണ്? നൗറു. നമ്മളിപ്പോ ഏതാ പഠിച്ചത്? നെയിം ദ കൺട്രി ദാറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ ഒഫീഷ്യൽ ക്യാപിറ്റൽ. ഒരു ഔദ്യോഗിക തലസ്ഥാനം ഇല്ലാത്ത കൺട്രിയാണ് ഏതെന്ന് പറയുന്നത്? നൗറു എന്ന് പറയുന്നത്. അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഓൺലി കൺട്രി ഇൻ ദ വേൾഡ് ദാറ്റ് ഹാസ് നോട്ട് ക്വാഡ്രിലാറ്ററൽ ഫ്ലാഗ്. അതായത് നമുക്കറിയാം എല്ലാ ഫ്ലാഗും എന്താണ്? ഒരു ഇല്ലേ ഒരു ഇങ്ങനെ ഈ ഒരു ആകൃതിയിലായിരിക്കില്ലേ എല്ലാ ഫ്ലാഗും. പക്ഷെ അത് വിശുദ്ധ അനുഭവത്തിലാണ് ഓരോ ഫ്ലാഗ് തയ്യാറാക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? അതൊരു ചതുർഭുജമല്ലാത്ത നോൺ ക്വാഡ്രിലാറ്ററൽ ആണ്. 4 വശങ്ങളില്ലാതെ അല്ലെങ്കിൽ ഇതിലൊരു ചതുർഭുജാകൃതി അല്ലാത്ത ഫ്ലാഗ് ഉള്ള കൺട്രിയുടെ പേര് പറയാൻ. ഒരേ ഒരു കൺട്രിയേ ഉള്ളൂ. ആ കൺട്രിയുടെ പേര് പറയാൻ പറയുന്നത്. ഏതാണ്? നമ്മുടെ ആൻസർ ഏതായിരിക്കും? നേപ്പാൾ. ഓക്കെ, നമ്മൾ ഏത് ക്വസ്റ്റ്യനാ നോക്കിയത്? നെയിം ദ ഓൺലി കൺട്രി ഇൻ ദ വേൾഡ് ദാറ്റ് ഹാസ് നോൺ ക്വാഡ്രിലാറ്ററൽ ഫ്ലാഗ്. അതായത് ഫ്ലാഗിന് നോൺ ക്വാഡ്രിലാറ്ററൽ ആയിട്ടുള്ള ചതുർഭുജമല്ലാത്ത രീതിയിലുള്ള ഫ്ലാഗ് ഒരേ ഒരു കൺട്രിക്കേ ഉള്ളൂ നമ്മുടെ വേൾഡില്. ആ കൺട്രിയാണ് നേപ്പാൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നവർക്ക്? നെയിം ദ ഓൺലി കൺട്രി ഇൻ ദ വേൾഡ് ദാറ്റ് ഹാസ് നോൺ ക്വാഡ്രിലാറ്ററൽ ഫ്ലാഗ്. അങ്ങനെയുള്ള ഫ്ലാഗ് ഉള്ള കൺട്രി ഏതാണ്? നേപ്പാൾ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. നെയിം ദ കൺട്രി വിച്ച് ഈസ് മോസ്റ്റ് ലിംഗ്വിസ്റ്റിക്കലി ഡൈവേഴ്സ് കൺട്രി ഇൻ ദ വേൾഡ് with 851 individual languages listed. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭാഷാപരമായിട്ട് വൈവിധ്യമില്ല അല്ലേ? മോസ്റ്റ് ലിംഗ്വിസ്റ്റിക്കലി ഡൈവേഴ്സ് ആയിട്ടുള്ള കൺട്രി. അതായത് ഭാഷാപരമായിട്ട് ഭയങ്കര വൈവിധ്യമുള്ള ഒരു കൺട്രിയുടെ പേരാണ് നമ്മൾ പറയേണ്ടത്. അവിടെ എത്ര ലാംഗ്വേജ് ഉണ്ട്? അവിടെ
851 ഇൻഡിവിജ്വൽ ലാംഗ്വേജ്. വ്യക്തിഗതമായിട്ട് 851 ലാംഗ്വേജസ് ആ ഒരു കൺട്രിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ കൺട്രിയുടെ പേര് നമ്മൾ പറയണം. എന്താ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. നെയിം ദ കൺട്രി വിച്ച് ഈസ് മോസ്റ്റ് ലിംഗ്വിസ്റ്റിക്കലി ഡൈവേഴ്സ് കൺട്രി ഇൻ ദ വേൾഡ്. വേൾഡില് ഭാഷാപരമായിട്ട് ഭയങ്കര വൈവിധ്യമുള്ള ഒരു കൺട്രിയാണ്. അവിടെ എത്ര ലാംഗ്വേജ് ഉണ്ട്? 851 ഇൻഡിവിജ്വൽ ലാംഗ്വേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ കൺട്രിയുടെ പേര് എന്തായിരിക്കും? പാപ്പുവ ന്യൂ ഗിനി. എന്താണ് പാപ്പുവ ന്യൂ ഗിനിയ? പാപ്പുവ ന്യൂ ഗിനിയ. നോക്കെ PAPUANEWGUINEA. അപ്പൊ ആ കൺട്രിയുടെ പേര് ഏതാണ്? പാപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയും. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? നെയിം ദ കൺട്രി വിച്ച് ഈസ് മോസ്റ്റ് ലിംഗ്വിസ്റ്റിക്കലി ഡൈവേഴ്സ് കൺട്രി ഇൻ ദ വേൾഡ്. വേൾഡില് ഭാഷാപരമായിട്ട് ഭയങ്കര വൈവിധ്യമുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ 851 ലാംഗ്വേജസ്, ഇൻഡിവിജ്വൽ ലാംഗ്വേജസ് ആണ് ഈ ഒരു കൺട്രിയിൽ ഉള്ളത്. 8th ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ കൺട്രി ദാറ്റ് ഹാസ് ദ മോസ്റ്റ് യൂത്ത്ഫുൾ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. അതായത് എന്താണ് യൂത്ത്ഫുൾ പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള കൺട്രിയുടെ പേരാണ് പറയുന്നത്. എന്താണ് യൂത്ത്ഫുൾ പോപ്പുലേഷൻ? നമ്മുടെ യുവജനങ്ങൾ കൂടുതൽ യൂത്ത്ഫുൾ ആയിട്ടുള്ള പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള കൺട്രിയുടെ പേര് പറയാൻ പറ്റുന്നത് ഏതായിരിക്കും? നൈജർ. ഏതാണ്? നൈജർ. NIGER. അപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് കുറെ ക്വസ്റ്റ്യൻ തരും. അതിൽ ഏത് കൺട്രിയാണ് വരുന്നത് നമ്മൾ ആൻസർ ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ കൺട്രി വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. വേൾഡിൽ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള കൺട്രി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതും? ചൈന. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നെയിം ദ കൺട്രി വിത്ത് ദ ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്ടൻസി 2016 നമ്മൾ കണക്കാണ് നോക്കുന്നത്. അതനുസരിച്ചിട്ട് ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലുള്ള രാജ്യം ഏതാണ്? ഏതാ? മൊണാക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. വേൾഡിലെ സ്മോളസ്റ്റ് കൺട്രി ഏതാ? വത്തിക്കാൻ സിറ്റി. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയതായിരുന്നു? വിച്ച് കൺട്രി ഈസ് സെഡ് ടു ബി ഷേപ്ഡ് ലൈക്ക് ആൻ എലിഫന്റ്സ് ഹെഡ്. ആനയുടെ തലയുടെ ആകൃതിയിലുള്ള കൺട്രി ആണ്. ഏതാ? നിങ്ങൾ പറഞ്ഞ ഏതാ? തായ്ലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ കൺട്രി ദാറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ ഒഫീഷ്യൽ ക്യാപിറ്റൽ. ഔദ്യോഗികമായിട്ടുള്ള തലസ്ഥാനം ഇല്ലാത്ത കൺട്രി ഏതാണ്? ഏതാ? നൗറു. ഇല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഓൺലി കൺട്രി ഇൻ ദ വേൾഡ് ദാറ്റ് ഹാസ് നോൺ ക്വാഡ്രിലാറ്ററൽ ഫ്ലാഗ്. അല്ലേ? നോൺ ക്വാഡ്രിലാറ്ററൽ ഫ്ലാഗ് ഇല്ലാത്ത കൺട്രിയുടെ പേര് ഏതാണ്? സിക്സ്ത് വൺ നേപ്പാൾ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം ദ കൺട്രി വിച്ച് ഈസ് മോസ്റ്റ് ലിംഗ്വിസ്റ്റിക്കലി ഡൈവേഴ്സ് കൺട്രി ഇൻ ദ വേൾഡ് വിത്ത് 851 ഇൻഡിവിജ്വൽ ലാംഗ്വേജ് ലിസ്റ്റ്. എന്താണ്? ഭാഷാപരമായിട്ട് ഭയങ്കര വൈവിധ്യമുള്ള ഒരു കൺട്രിയാണ്. അവിടെ 851 ഇൻഡിവിജ്വൽ ലാംഗ്വേജസ് തന്നെ അവിടെ ഉള്ളതാണ് പാപ്പുവ ന്യൂ ഗിനിയ. 8th question. Name the country that has the most youthful population in the world. Youthful population ഏറ്റവും കൂടുതലായിട്ടുള്ള കൺട്രി ഏതാ? നൈജർ. ആ നമ്മളത് പേജ് കംപ്ലീറ്റ് ചെയ്തു. പേജ് 30 എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. അത് 6th ചാപ്റ്റർ നോക്കിക്കേ. നമ്മുടെ 6th ചാപ്റ്റർ ആണ് ഇന്ത്യ ഹയസ്റ്റ് ടോളസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ്. അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും ടോളസ്റ്റും ബിഗ്ഗസ്റ്റും ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്, കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ കുറെ പിക്ചർ തന്നിട്ടുണ്ട്. നോക്കിക്കേ. നമുക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റില്ലേ? ഒരു വാട്ടർഫാൾസിന്റെ ചിത്രമുണ്ട്, ലേക്കിന്റെ ചിത്രമുണ്ട്, ഇല്ലേ? ഒരു എന്താണ് മൗണ്ടൈന്റെ ചിത്രമുണ്ട്, കുറച്ച് ഡെസേർട്ടിലെ മരുഭൂമിയുടെ പിക്ചർ എല്ലാം കാണിച്ചിരുന്നു. അപ്പൊ അവര് തന്നിട്ടുണ്ടായിരുന്നു, നമ്മള് അവര് പിക്ചർ തന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്ന ആൻസർ നമ്മൾ പറയണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ എന്താണ്? ശുദ്ധജല തടാകം ഏതാണ്? ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ശുദ്ധജല തടാകം ഏതാണെന്നാണ് നമ്മൾക്ക് പറയാം. നിങ്ങൾക്ക് അറിയാമോ? ഏതാണ് അറിയാമോ? ടീച്ചർ പറഞ്ഞാൽ ഏതാ? ബൂളാർ ലേക്ക് ഇൻ കാശ്മീർ. എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ബൂളാർ ലേക്ക് ഇൻ കാശ്മീർ. കാശ്മീരിലെ ബൂളാർ തടാകമാണ് ഏതാണ്? ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്. ലാർജസ്റ്റ് വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയിലെ ബൂളാർ ലേക്ക് ഇൻ കാശ്മീർ. കാശ്മീരിലെ ബൂളാർ തടാകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ.
the largest inland salt lake in India. എന്താണ് ഉൾനാടൻ ഉപ്പ് ഇല്ലേ ഉപ്പ് തടാകം ഉൾനാടൻ ഉപ്പ് തടാകം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും ലാർജസ്റ്റ് ആയിട്ടുള്ളത് ഏത് പറയാം സാംഭാർ സാൾട്ട് ഇൻ രാജസ്ഥാൻ രാജസ്ഥാനിൽ ഏതാണ് സാംഭാർ സാൾട്ട് ഇൻ എവിടുത്തെയാണ് സാൾട്ട് ലേക്ക് ഇൻ രാജസ്ഥാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് ലേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഉൾനാടൻ എന്താണ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഉൾനാടൻ ഉപ്പ് തടാകം ഏതാണെന്ന് വെച്ചാൽ എന്ത് പറയാം സാംഭാർ സാൾട്ട് ലേക്ക് ഇൻ രാജസ്ഥാനിലെ സാംഭാർ സാൾട്ട് തടാകം അല്ലെ ഉപ്പ് തടാകമാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് അത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യയിലെ ലോങ്സ്റ്റ് റിവർ എന്ന് പറയുന്നത് ഏതായിരിക്കും റിവർ ഗംഗ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യയിലെ ലോങ്സ്റ്റ് റിവർ ചോദിച്ചേക്കാണ് ഏതാണ് ആൻസർ റിവർ ഗംഗ അതിന് എത്ര ആയിട്ട് കിലോമീറ്റർ 2525 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യയിലെ ലോങ്സ്റ്റ് റിവറിന്റെ പേരുകൾ ഞാൻ പറഞ്ഞത് ഏതാണ് പേര് റിവർ ഗംഗ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ ദ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി റിവർ ഓഫ് ഇന്ത്യയിലെ ട്രിബ്യൂട്ടറി റിവർ നീളം കൂടിയ ട്രിബ്യൂട്ടറി റിവർ ഏതാണെന്ന് ചോദിച്ചേക്ക് ഏതാണ് യമുന റിവർ ഓക്കെ യമുന റിവർ ആണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഏതാണ് ദ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി റിവർ ഓഫ് ഇന്ത്യ ഏതാണ് യമുന റിവർ Next, fifth question okay. The highest mountain peak in India with the height of 8,611 meters. അപ്പോൾ നമ്മുടെ highest mountain peak ഏറ്റവും ഉയരം കൂടിയ മലനിരകൾ ഏതാണ് in India? The highest അവിടുത്തെ ഉയരം എത്രയാണ് 8,611 meters ആണ്. ഏതായിരിക്കും നമ്മൾക്കെല്ലാം അറിയാവുന്നതല്ലേ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം നമ്മൾ ഏത് പറയാം മൗണ്ട് ഗോഡ്വിൻ അല്ലെങ്കിൽ ഓസ്റ്റിൻ എവിടെയാണ് കാണുന്ന കാരക്കോറം ഓർ കേറ്റു എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്താണ് മൗണ്ട് ഗോഡ്വിൻ നമുക്ക് എന്താ വേറെ പേരിലും പറയും ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഗോഡ്വിൻ ഓസ്റ്റിൻ പിന്നെ നമുക്ക് എന്ത് പറയാം കാരക്കോറം or K2 Mount K2 നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ Mount K2 എന്ന് നമ്മൾ പറയും എന്താണ് നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താ the highest mountain peak in India with the height of 8,611 meters വെച്ചാൽ എന്ത് ഉത്തരം എഴുതും മൗണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ കാരക്കോറം K2 നമ്മൾ എഴുതാം ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ the highest waterfall in India ഇന്ത്യയിലെ highest waterfallന്റെ പേര് ചോദിച്ചേ പേര് എഴുതും നമ്മൾ എന്താ എഴുതും ഹയസ്റ്റ് വാട്ടർഫാൾ ഏതാ ഇന്ത്യയിലെ കുഞ്ചിക്കൽ ഫാൾസ് കർണാടക അതായത് കർണാടകയിലെ കുഞ്ചിക്കൽ ഫാൾസ് എവിടത്തെയാണ് കുഞ്ചിക്കൽ ഫാൾസ് കർണാടകയിലെ കുഞ്ചിക്കൽ ഫാൾസ് ആണ് എന്തെന്ന് പറയുന്നത് ഹയസ്റ്റ് വാട്ടർഫാൾ ഇന്ത്യയിലെ ഹയസ്റ്റ് വാട്ടർഫാൾ എന്ന് പറയുന്നത് കുഞ്ചിക്കൽ ഫാൾസ് കർണാടകയിലെ കുഞ്ചിക്കൽ ഫാൾസ് ആണ് നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ നോക്കിക്കേ ദ ലാർജസ്റ്റ് പ്ലേറ്റ്യൂ ഇൻ ഇന്ത്യ കവറിംഗ് ദ ഏരിയ ഓഫ് അബൌട്ട് 5 lakh സ്ക്വയർ കിലോമീറ്റർ അതായത് 5 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിൽ കവർ ചെയ്ത് കിടക്കുന്ന അത്ര ഏരിയ കവർ ചെയ്ത് കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പ്ലേറ്റ്യൂ പീഠഭൂമി ഏതായിരിക്കും ഡെക്കാൻ പ്ലേറ്റ്യൂ ഡെക്കാൻ പ്ലേറ്റ്യൂ PLAT ഡെക്കാൻ പ്ലേറ്റ്യൂ എന്നാണ് അതിന്റെ ആൻസർ എന്താണ് പറയുന്നത് EAU ഓക്കെ എന്താണ് ഡെക്കാൻ പ്ലേറ്റ്യൂ നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് ദ ലാർജസ്റ്റ് പ്ലേറ്റ്യൂ ഇൻ ഇന്ത്യ കവറിംഗ് ദ ഏരിയ ഓഫ് അബൌട്ട് 5 lakh എത്രയാണ് സ്ക്വയർ കിലോമീറ്റർ 5 ലക്ഷത്തിൽ പുറത്ത് ഏരിയ കവർ ചെയ്തിട്ടുള്ള
കവർ ചെയ്ത് കിടക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള പീഠഭൂമി എന്ന് പറയാം ഡെക്കാൻ പ്ലേറ്റു. ഡെക്കാൻ പീഠഭൂമിയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 8th ക്വസ്റ്റ്യൻ നോക്കിക്കേ. The largest delta in India that empty into Bay of Bengal. അതായത് ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ അല്ലേ ഏതാണ്? ഏതായിരിക്കും? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? ഏത് നോക്കിക്കേ. എന്താണ് ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ഇന്ത്യ ദാറ്റ് empty into Bay of Bengal. അതായത് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതായിരിക്കും? ഉത്തരം അറിയാം നിങ്ങൾക്ക്. ഏതാ? സുന്ദർബൻ ഡെൽറ്റ. എന്താണ് സുന്ദർബൻ ഡെൽറ്റ? സുന്ദർബൻസ് ഡെൽറ്റയാണ് അതിന്റെ ആൻസർ. എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും എന്താണ് ലാർജസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള ഡെൽറ്റ ഏതാണ്? സുന്ദർബൻസ് ഡെൽറ്റ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യനാ? 9th ക്വസ്റ്റ്യൻ ഇല്ലേ? ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ലാർജസ്റ്റ് മരുഭൂമി ഡെസേർട്ട് ഏതാണെന്ന് ചോദിക്കുന്നത്. എഴുതാം. ദ ഥാർ ഡെസേർട്ട്. ഏതാണ്? ഥാർ ഡെസേർട്ട്. ഥാർ ഡെസേർട്ട് ഓർ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഏതെല്ലാം? ദ ഥാർ ഡെസേർട്ട്, ഥാർ മരുഭൂമി അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന് എഴുതാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ലോങ്സ്റ്റ് ഡാം ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ലോങ്സ്റ്റ് ഡാം ഏതാണ്? ഏതായിരിക്കും ഇന്ത്യയിലെ ലോങ്സ്റ്റ് ഡാം? നിങ്ങൾ പറഞ്ഞേ. ഹിരാക്കുഡ് ഡാം. ഏതാണ്? ഹിരാക്കുഡ് ഡാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്? 10ാമത്തെ. ഏതാണ് ദ ലോങ്സ്റ്റ് ഡാം ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഡാമാണ് ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. അത് എവിടാന്ന് അറിയാമോ? അത് ഏതാണ്? ബിൽറ്റ് അക്രോസ് മഹാനദി റിവർ. മഹാനദിക്ക് കുറുകെ ഉള്ള ഡാമാണ്. എന്തെന്ന് പറയുന്നത്? മഹാനദിക്ക് കുറുകെ കിട്ടിയിരിക്കുന്ന റിവറാണ് ഹിരാക്കുഡ് ഡാം. അതാണ് ഏത് ലോങ്സ്റ്റ് ഡാം ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഡാം എന്ന് പറയുന്നത് ഹിരാക്കുഡ് ഡാമാണ്. ക്ലിയർ ആയോ? നമ്മൾ എന്താണ് ഇന്ത്യയിലെ ഹയസ്റ്റ് ടോളസ്റ്റ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് എന്താണ്? ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ശുദ്ധജല തടാകം ഏതായിരുന്നു? നിങ്ങൾ പറഞ്ഞേ. ബൂളാർ ലേക്ക് ഇൻ കാശ്മീർ. കാശ്മീരിലെ ബൂളാർ ലേക്ക് ആയിരുന്നു ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ദ ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് ലേക്ക് ഇൻ ഇന്ത്യ. ഇല്ലേ ഉൾനാടൻ ഉപ്പ് തടാകം ലാർജസ്റ്റ് ആയിട്ടുള്ള ഏതായിരുന്നു? സാംബ സാൾട്ട് ലേക്ക് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ സാംബ സാൾട്ട് ലേക്ക് ആയിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. മൂന്നാമത്തെ എന്താണ്? ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലോങ്സ്റ്റ് ആയിട്ടുള്ള റിവർ ഏതായിരുന്നു? നിങ്ങൾ പറഞ്ഞേ. ഏതായിരുന്നു? റിവർ ഗംഗ. ഗംഗ നദിയാണ് അല്ലേ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റിവർ. ഇന്ത്യയിലെ ലോങ്സ്റ്റ് റിവർ ഏതാണ്? ഗംഗ. ദ റിവർ ഗംഗ. അത് എത്രയാണ്? അതിന്റെ കിലോമീറ്റർ നീളം എത്രയാണ്? 2525 കിലോമീറ്റർ. ക്ലിയർ ആവുന്നുള്ള ടീച്ചർ പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി റിവർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ട്രിബ്യൂട്ടറി റിവർ ലോങ്സ്റ്റ് ആയിട്ടുള്ള ഏതാണ്? യമുന റിവർ. 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ഇന്ത്യ വിത്ത് ദ ഹൈറ്റ് ഓഫ് 8611 മീറ്റേഴ്സ്. അതായത് നമ്മൾ ഉയരം കൂടിയ ഏതാണ്? കൊടുമുടി അല്ലേ? കൊടുമുടി ഏതാണ്? ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ഇന്ത്യ ഏതാണ്? മൗണ്ട് ഗോഡ്വിൻ, ഓസ്റ്റിൻ, കാരക്കോറം ഓർ K2 എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയി? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഹയസ്റ്റ് വാട്ടർഫാൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹയസ്റ്റ് വാട്ടർഫാൾ അല്ലെങ്കിൽ വെള്ളച്ചാട്ടം ഏതാണ്? നമ്മൾ പറഞ്ഞു എവിടുത്തെ ആയിരുന്നു? കർണാടകയിലെ കുഞ്ചിക്കൽ ഫാൾസ് ഇൻ കർണാടക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ലാർജസ്റ്റ് പ്ലേറ്റു ഇൻ ഇന്ത്യ കവറിംഗ് ദ ഏരിയ ഓഫ് അബൌട്ട് 5 lakh സ്ക്വയർ കിലോമീറ്റർ. എന്താണ്? 5 lakh സ്ക്വയർ കിലോമീറ്റർ ഏരിയ കവർ ചെയ്യുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്ലേറ്റു പീഠഭൂമി ഏതായിരുന്നു? ഡെക്കാൻ പ്ലേറ്റു. ഡെക്കാൻ പീഠഭൂമി. Next 8th question നോക്കിക്കേ. The largest delta in India that empties into Bay of Bengal. അതായത് Bay of Bengal. ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ്
ലാർജസ്റ്റ് ആയിട്ടുള്ള ഡെൽറ്റ ഏതാണ്? ഏതായിരുന്നു? ആൻസർ ഏതായിരുന്നു? നിങ്ങൾ പറഞ്ഞേ. സുന്ദർബൻസ് ഡെൽറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് മരുഭൂമി ഡെസേർട്ട് ഏതായിരുന്നു? ഏതാണ്? ദ ഥാർ ഡെസേർട്ട് അല്ലേ? ഥാർ മരുഭൂമി അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ലോങ്സ്റ്റ് ഡാം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആയിട്ടുള്ള ഡാം ഏതാണ് നമ്മൾ പറഞ്ഞത്? ഹിരാക്കുഡ് ഡാം. ഹിരാക്കുഡ് ഡാം അത് ഏത് നദിക്ക് കുറുകെയാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്? ബിൽഡ് അക്രോസ് മഹാനദി റിവർ. മഹാനദിക്ക് കുറുകെയാണ് എന്താണ് നമ്മൾ ഈ ഒരു ഹിരാക്കുഡ് ഡാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ നമുക്ക്? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 7 ഫേമസ് സയന്റിസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഫേമസ് സയന്റിസ്റ്റിനെ കുറിച്ച് ശാസ്ത്രജ്ഞരെ കുറിച്ചാണ് നമ്മൾ ഇനി സ്റ്റഡി ചെയ്യുന്നത്. നോക്കിക്കേ. ഓരോ ശാസ്ത്രജ്ഞന്മാരുടെയും ഓരോ സയന്റിസ്റ്റിന്റെയും പിക്ചർ തന്നിട്ടുണ്ട്. അവരെ കുറച്ച് ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. ആ ഒരു പിക്ചറും ആ ഒരു ഡിസ്ക്രിപ്ഷനും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ സയന്റിസ്റ്റിന്റെ നെയിം ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇന്ത്യൻ സയന്റിസ്റ്റ് ആൻഡ് റൈറ്റ് ദ നെയിം ഇൻ ദ സ്പേസ് ഗിവൺ. അതായത് നമുക്കൊരു അവരുടെ ഫോട്ടോ പിക്ചറും തന്നിട്ടുണ്ട്. അവരെ കുറിച്ച് കുറച്ച് ഡിസ്ക്രിപ്ഷൻ വിവരണങ്ങളും തന്നിട്ടുണ്ട്. ഈ ഫോട്ടോയും ഡിസ്ക്രിപ്ഷനും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ നെയിം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, കുറച്ച് ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. ഓക്കെ, he is the physicist who won Nobel Prize in 1930 for his study on the scattering of light or Raman effect. അപ്പോൾ അല്ലെങ്കിൽ രാമൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ലൈറ്റിന്റെ ഒരു സ്കാറ്ററിംഗ് അതിനെക്കുറിച്ചുള്ള പഠനത്തിനായിട്ട് 1930 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു ഫിസിസ്റ്റ്, ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ പേരാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ എന്തൊക്കെ ഡിസ്ക്രിപ്ഷനാണ് തന്നേക്കുന്നത്? ഹി ഈസ് ദ ഫിസിസ്റ്റ്. അദ്ദേഹം ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ്. ഒന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ തന്നേക്കുന്നത്. പിന്നെന്താണ്? ഹു വോൺ നോബൽ പ്രൈസ് ഇൻ 1930. 1930 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. അത് എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്? ഫോർ ഹിസ് സ്റ്റഡി ഓൺ ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ആ സ്കാറ്ററിനെ കുറിച്ചുള്ള പഠനത്തിന് അല്ലെങ്കിൽ രാമൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ ആ ഒരു സ്കാറ്ററിംഗിന്റെ പഠനത്തിന് ഒരു 1930 നോബൽ പ്രൈസ് കിട്ടിയ ആ ഒരു ഭൗതിക ശാസ്ത്രജ്ഞ, ഒരു ഫിസിസ്റ്റിന്റെ പേരെന്താ? എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആ പേരാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പേര്? ഫോട്ടോയും തന്നിട്ട് അത് വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കേ? രാമൻ ഇഫക്റ്റ് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും രാമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏത് സയന്റിസ്റ്റ് ആണ് നമ്മൾ പേര് എഴുതുന്നത്? ഏത് സയന്റിസ്റ്റിന്റെ പേരാണ്? എന്താണ്? CV രാമൻ. ഫസ്റ്റ് സയന്റിസ്റ്റിന്റെ പേരെന്താണ്? CV രാമൻ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ തന്നത്? ഹി ഈസ് ദ ഫിസിസ്റ്റ് ഹു വോൺ നോബൽ പ്രൈസ് ഇൻ 1930. 1930 നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആരാണ്? സയന്റിസ്റ്റ് ആണ്, ഫിസിസ്റ്റ് ആണ്, ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ്. For his study on the scattering of light or Raman effect. രാമൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ സ്കാറ്ററിനെ കുറിച്ചുള്ള പഠനത്തിനായിട്ട് 1913 നോബൽ പ്രൈസ് മേടിച്ചിട്ടുള്ള ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ, ഫിസിസ്റ്റ്, ഒരു സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞ CV രാമൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? CV രാമൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു പിക്ചറും ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, he is acknowledged as the father of Indian nuclear power. He played an important role in quantum theory. അതായത് രണ്ട് ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പവർ. ഇന്ത്യൻ ന്യൂക്ലിയർ പവറിന്റെ ഫാദർ ഇല്ലേ? ഫാദർ എന്താണ്? ന്യൂക്ലിയർ ആണ് സിദ്ധാന്തം. ഇന്ത്യൻ ന്യൂക്ലിയർ പവറിന്റെ എന്താണ്? ഫാദർ എന്നാണ് നമ്മൾ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ക്വാണ്ടം തിയറി എന്ന് പറയുന്ന ആ ഒരു തിയറിയിൽ ഇദ്ദേഹം എന്താണ്? ഇമ്പോർട്ടന്റ് റോളാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ വരുന്ന പേര് ഏതായിരിക്കും? ഏത് സയന്റിസ്റ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്? ഹോമി ജെ ഭാഭ. എന്താണ്? ഹോമി ജെ ഭാഭ. രണ്ടാമത്തെ ആൻസർ എന്താണ്? ഹോമി ജെ ഭാഭ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് രണ്ടാമത് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ? അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പവറിന്റെ ഫാദർ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടം തിയറിയിൽ ഒരു ഇമ്പോർട്ടന്റ് റോളാണ് ഇദ്ദേഹം പ്ലേ ചെയ്തത്. അപ്പൊ രണ്ടാമത്തെ ആൻസർ ഹോമി ജെ ഭാഭ. നെക്സ്റ്റ് 3 തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. He made a very significant contribution to plant science and invented crystallograph to record plant growth. അതായത് സസ്യശാസ്ത്രത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചില്ലേ? സസ്യശാസ്ത്രം എന്ന് പറയുന്ന അതിലേക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് ഈ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം
എന്ത് ഇൻവെന്റ് ചെയ്തു? ക്രെസ്കോഗ്രാഫ്. അതായത് പ്ലാന്റിന്റെ ഗ്രോത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് അദ്ദേഹം ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. He pioneered the investigation of radio and microwave optics. അതായത് റേഡിയോ മൈക്രോവേവ് ഒപ്റ്റിക്സിന്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇദ്ദേഹം എന്താണ് ഒരു പ്രധാനപ്പെട്ട സംഭാവന, പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഇദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് എന്താണ് നമ്മൾ എഴുതുന്നത്. എന്തൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ? ഇദ്ദേഹം എന്താണ് ഒരു പ്ലാൻ സയൻസിൽ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരാളാണ് ഇദ്ദേഹം. ഇൻവെന്റഡ് ക്രെസ്കോഗ്രാഫ് ടു റെക്കോർഡ് പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റിന്റെ ഗ്രോത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇദ്ദേഹം എന്താണ് ഒരു ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്ന ഉപകരണം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. He pioneered the investigation of radio and microwave optics. അതായത് റേഡിയോ മൈക്രോവേവ് ഒപ്റ്റിക്സിന്റെ ഇൻവെൻഷൻ, അതിന്റെ ഒരു കണ്ടുപിടുത്തത്തിൽ ആ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഈ സയന്റിസ്റ്റിന്റെ പേര് എന്താണ് നമ്മൾ കണ്ടുപിടിക്കുക? എന്തായിരിക്കും? പറയട്ടെ. ജഗദീഷ് ചന്ദ്ര ബോസ്. ജഗദീഷ് ചന്ദ്ര ബോസ്. ഓക്കെ, ക്ലിയർ ആയോ? നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. He was awarded the Padma Vibhushan Award in 1954 by the Government of India. Indian Government of India 1954 പത്മ വിഭൂഷൺ നൽകി ആദരിച്ച ഒരു സയന്റിസ്റ്റ് ആണ് നമ്മളിനി അടുത്ത പറയുന്ന സയന്റിസ്റ്റ്. His Bose-Einstein theory has earned him wide world fame. അദ്ദേഹത്തിന്റെ ബോസ്-ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആ ഒരു തിയറി വേൾഡിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ബോസ്-ഐൻസ്റ്റീൻ എന്ന് പറയുന്ന തിയറി. An atomic particle was named after him as boson. അതായത് ഇദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടാണ് എന്താണ് നമ്മളൊരു അറ്റോമിക് പാർട്ടിക്കിളിൽ ഒരു അറ്റോമിക് കണത്തിന് നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏതാണ്? ബോസോൺ എന്നാണ് അറ്റോമിക് കണത്തിന്റെ പേര്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് എന്തായിരിക്കും? സത്യേന്ദ്രനാഥ് ബോസ്. എന്താണ്? സത്യേന്ദ്രനാഥ് ബോസ്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എന്താ? സത്യേന്ദ്രനാഥ് ബോസ്. അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്? ഹി വാസ് അവാർഡഡ് ദ പത്മവിഭൂഷൺ അവാർഡ് ഇൻ 1954 ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 1954 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ഹിസ് ബോസ്-ഐൻസ്റ്റീൻ തിയറി ഹാസ് earned him വേൾഡ് വൈഡ് ഫെയിം. അതായത് ബോസ്-ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ തിയറിക്ക് വേൾഡ് വൈഡ് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. An atomic particle was named after his as boson. Him as boson. അതായത് ഒരു അറ്റോമിക് കണത്തിൽ ഒരു അറ്റോമിക് പാർട്ടിക്കിളിന് ഇദ്ദേഹത്തിന്റെ പേര് തന്നെ നൽകിയിട്ടുണ്ട്, ബോസോൺ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഈ സയൻസിന്റെ പേരെന്താ? സത്യേന്ദ്രനാഥ് ബോസ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An astrophysicist best known for the development of Saha equation. This equation is one of the basic tools for the interpretation of the spectra of stars. അപ്പോൾ നോക്കിക്കേ, എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? An astrophysicist best known for the development of Saha equation. Saha equation എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ ഡെവലപ്മെന്റിൽ എന്താണ്? ഡെവലപ്മെന്റിലാണ് അതിന്റെ ഒരു ഡെവലപ്മെന്റിലാണ് നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? ജ്യോതിശ ശാസ്ത്രജ്ഞൻ, ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആണ് ഇദ്ദേഹം. This equation, here Saha equation, one of the basic tools for the interpretation of the spectra of stars. അതായത് സ്റ്റാർസിന്റെ സ്പെക്ട്ര എന്ന് പറയുന്നതിന് നല്ല വ്യാഖ്യാനം നൽകുന്നതിന് നല്ലൊരു വ്യാഖ്യാനം നൽകുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ് ഈ Saha equation എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിച്ച അത് ഡെവലപ്പ് ചെയ്ത ഒരു ആസ്ട്രോഫിസിസ്റ്റ്, ഒരു ജ്യോതിശാസ്ത്രജ്ഞന്റെ പേരാണ് ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട്. അദ്ദേഹത്തിന്റെ പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ആരായിരിക്കും? മേഘ്നാഥ് സാഹ. മേഘനാഥ് സാഹ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്? സാഹ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്തത്? ആ ഒരു സാഹ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർസിന്റെ എന്താണ് സ്പെക്ട്ര എന്ന് പറയുന്നത്, സ്പെക്ട്ര ഓഫ് സ്റ്റാർസിന്റെ സ്പെക്ട്ര എന്ന് പറയുന്നതിന് നല്ലൊരു വ്യാഖ്യാനം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സാഹ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഫൈൻഡ് ഔട്ട് ചെയ്ത ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ആസ്ട്രോഫിസിസ്റ്റ് ആരാണ്? മേഘനാഥ് സാഹ. ഓക്കെ, ക്ലിയർ ആയ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. He was a notable Indian engineer and an architect of Krishnaraj Sagar Dam. അതായത് കൃഷ്ണരാജ് സാഗർ എന്ന് പറയുന്ന ഡാം ബിൽഡ് ചെയ്ത അതിന്റെ ഒരു ആർക്കിടെക്ചർ, അതിന്റെ ഒരു എഞ്ചിനീയർ ആയിരുന്നു നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. He is the recipient of the Bharat Ratna
1955 ഇദ്ദേഹത്തിന് ഭാരതരത്നയും കിട്ടിയിട്ടുണ്ട്. ആ ഒരു സയന്റിസ്റ്റിന്റെ പേര് പറയാനാ പറഞ്ഞത്. ഏതാ നിങ്ങൾക്ക് അറിയാമോ? ടീച്ചർ പറയട്ടെ. എം വിശ്വേശ്വരയ്യ. എന്താണ്? എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യയാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. എന്താണ് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നേക്കുന്നത്? എന്താണ്? ഹി വാസ് എ നോട്ടബിൾ ഇന്ത്യൻ എഞ്ചിനീയർ. നോട്ടബിൾ ഇന്ത്യൻ എഞ്ചിനീയർ ആണ് ആൻഡ് ആർക്കിടെക്ട് ഓഫ് കൃഷ്ണരാജ് സാഗർ ഡാം. അതായത് കൃഷ്ണരാജ് സാഗർ ഡാം എന്താണ് ആ ഒരു ഡാം നിർമ്മിക്കാനുള്ള അതിന്റെ ആർക്കിടെക്ട്, അതിന്റെ എഞ്ചിനീയർ ആയിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഹി ഈസ് എ റെസിപ്പിയന്റ് ഓഫ് ഭാരത് രത്ന ഇൻ 1955 ഇദ്ദേഹത്തിന് ഭാരത് രത്നയും ലഭിച്ചിട്ടുണ്ട്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. He was an Indian American astrophysicist who was awarded the 1983 Nobel Prize in Physics for his mathematical theory of black holes. അതായത് തമോഗർത്തം എന്ന് പറയുന്ന ആ ഒരു മാത്തമാറ്റിക്കൽ തിയറി, ആ തിയറിക്ക് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സിലെ മാത്തമാറ്റിക്കൽ തിയറി ആയ തമോഗർത്തം എന്ന് പറയുന്ന അതിന് 1983 നോബൽ പ്രൈസ് ലഭിച്ച ഒരു ആസ്ട്രോഫിസിസ്റ്റ്, ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ് ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള ഈ ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. The ചന്ദ്രശേഖർ ലിമിറ്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ഹിം. ഇല്ലേ, അദ്ദേഹത്തിന്റെ പേരിലാണ് ചന്ദ്രശേഖർ ലിമിറ്റ്, അല്ലെ ചന്ദ്രശേഖർ പരിധി ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ്? ഇന്ത്യൻ അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റ് ആണ്, ഇന്ത്യൻ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹത്തിന് 1983 ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, അല്ലെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഫിസിക്സിൽ. അതെന്താണ്? ഒരു തമോഗർത്തം, മാത്തമാറ്റിക്കൽ തിയറി ഓഫ് ബ്ലാക്ക് ഹോൾസ്. തമോഗർത്തം എന്ന് പറയുന്ന ഒരു തിയറിക്കാണ് ഇദ്ദേഹത്തിന് 1983 നോബൽ പ്രൈസ് കിട്ടിയതെന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ പേരിലാണ് ചന്ദ്രശേഖർ ലിമിറ്റ് അറിയപ്പെടുന്നത്, ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ഇദ്ദേഹത്തിന്റെ നെയിം എന്താണെന്ന് പറയാമോ? ഈ സയന്റിസ്റ്റിന്റെ എന്താണ്? സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ. എന്താണ്? സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ. സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യനില് he was regarded as the father of India's space program. He was awarded the Padma Vibhushan in 1966 and Padma Vibhushan in 1972. എന്തെങ്കിലും പറഞ്ഞാൽ he was regarded as the father of India's space program. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ കണക്കാക്കുന്നത്. He was awarded the Padma Bhushan in 1966 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് പത്മവിഭൂഷൺ ഇൻ 1972 ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് കിട്ടി. പക്ഷേ അത് അദ്ദേഹത്തിന്റെ മരണാനന്തരമാണ് അദ്ദേഹത്തിന് ഈ പത്മവിഭൂഷൺ കിട്ടിയത് 1972. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് പറയാനാണ്, സയന്റിസ്റ്റിന്റെ പേര് പറയാനാണ് പറഞ്ഞത്. ഏതായിരിക്കും? ഒന്നുകൂടെ പറയാൻ ടീച്ചർ. ഹി വാസ് റിഗാർഡ് ആസ് എ ഫാദർ ഓഫ് ഇന്ത്യ സ്പേസ് പ്രോഗ്രാം. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായിട്ടാണ് നമ്മൾ ഈ സയന്റിസ്റ്റിനെ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് ഒരു പത്മവിഭൂഷൺ അവാർഡും പത്മഭൂഷൺ അവാർഡും കിട്ടിയിട്ടുണ്ട്. പത്മഭൂഷൺ കിട്ടിയത് 1966 പക്ഷെ പത്മവിഭൂഷൺ കിട്ടിയത് 1972. അദ്ദേഹത്തിന്റെ മരണാനന്തരമാണ് അദ്ദേഹത്തിന് അത് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? വിക്രം സാരാഭായി. എന്താണ്? വിക്രം സാരാഭായി. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഏതായിരുന്നു? നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് വിക്രം സാരാഭായി. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. ഹി വാസ് ആൻ ഇന്ത്യൻ അമേരിക്കൻ ബയോകെമിസ്റ്റ് ഹു ഷെയർഡ് ദ 1968 നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ വിത്ത് മാർഷൽ ഡബ്ല്യു നെരൻബർഗ് ആൻഡ് റോബർട്ട് ഡബ്ല്യു ഹോളി. അതായത് രണ്ട് സയന്റിസ്റ്റുമായിട്ട്, ഏതൊക്കെയാണ്? മാർഷൽ ഡബ്ല്യു നെരൻബർഗ് ആൻഡ് റോബർട്ട് ഡബ്ല്യു ഹോളി എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞരുമായിട്ട് എന്താണ് നോബൽ പ്രൈസ് ഷെയർ ചെയ്ത ആളാണ്. 1968 നോബൽ പ്രൈസ് എന്തിനുള്ള? ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനിലുള്ള നോബൽ പ്രൈസ് ഷെയർ ചെയ്ത ആളാണ് ഈ നമ്മൾ അടുത്ത പറയുന്ന ശാസ്ത്ര ഇന്ത്യൻ അമേരിക്കൻ ബയോകെമിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്തായിരിക്കും? എന്താണ് പറയുന്നത്? ഹർഗോവിന്ദ് ഖൊറാന. അദ്ദേഹത്തിന്റെ പേരാണ് ഹർഗോവിന്ദ് ഖൊറാന. 9ാമത്തെ ആൻസർ എന്താണ്? ഹർഗോവിന്ദ് ഖൊറാന.
ഹർഗോവിന്ദ് ഖൊറാന എന്നാണ് നമ്മുടെ 9th ആൻസർ. He was an Indian American biochemist who shared the 1968 Nobel Prize in Physiology or Medicine with Marshall W. Nirenberg and Robert W. Hole. അതായത് രണ്ട് ശാസ്ത്രജ്ഞരായിട്ട് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനിൽ നോബൽ പ്രൈസ് ഷെയർ ചെയ്ത ആളാണ് നമ്മുടെ ഈ ബയോകെമിസ്റ്റ്. ആരാണ്? ഹർഗോവിന്ദ് ഖൊറാന. അടുത്ത നോക്കിയേ, he was a notable scientist and served as the 11th president of India. ഇന്ത്യയുടെ 11th പ്രസിഡന്റ് ആയിട്ട് എന്താണ് പദവി എഴുതിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. He was awarded Bharat Ratna in 1997 for his contribution in the field of സയൻസിലും ടെക്നോളജി ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും എന്താണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷന്റെ ഫലമായിട്ട് 1997 ഭാരതരത്ന കിട്ടിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് ഇദ്ദേഹം. നോക്കിക്കേ, 1997 ഇദ്ദേഹത്തില് സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള കോൺട്രിബ്യൂഷൻസിന്റെ ഫലമായിട്ട് 1977 ഇദ്ദേഹത്തിനൊരു എന്താണ് ഭാരതരത്ന അവാർഡ് കിട്ടി. ഇദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ 11ാമത് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഡോക്ടർ APJ കലാം. ഇല്ലേ, എന്താണ്? ഡോക്ടർ APJ കലാം. ഇല്ലേ, അബ്ദുൽ കലാം. അപ്പൊ നമ്മൾ പറയുന്ന 10ാമത്തെ സയന്റിസ്റ്റ് ആണ് ഡോക്ടർ APJ കലാം. നമ്മുടെ എന്താണ് സയന്റിസ്റ്റിന്റെ പേര് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ആരായിരുന്നു അതിന്റെ ആൻസർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറഞ്ഞേ. CV രാമൻ. സെക്കൻഡോ ഹോമി ജെ ഭാഭ. തേർഡ് ജഗദീഷ് ചന്ദ്ര ബോസ്. ഫോർത്ത് സത്യേന്ദ്രനാഥ് ബോസ്. ഫിഫ്ത്ത് മേഘ്നാഥ് സാഹ. സിക്സ്ത് എന്തായിരുന്നു? M വിശ്വേശ്വരയ്യ. സെവൻതോ സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ. പിന്നെ വിക്രം സാരാഭായി, ഹർഗോവിന്ദ് ഖൊറാന, ഡോക്ടർ APJ അബ്ദുൽ കലാം. ക്ലിയർ ആയോ? നമ്മൾ എന്തൊക്കെ സ്റ്റഡി ചെയ്തു? നമ്മൾ ക്വിസിലെ കുറച്ച് ഇന്ത്യയിലെ ഹയസ്റ്റ് പോപ്പുലേഷൻ കൺട്രിയും സ്മോളസ്റ്റ് കൺട്രിയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ നമ്മൾ ഏതാണ് ഇന്ത്യയിലെ ഹയസ്റ്റ് ടോളസ്റ്റ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഫേമസ് സയൻസ്, ഇന്ത്യയിലെ ഫേമസ് സയൻറ്റിസ്റ്റിനെ കുറിച്ച് നമ്മളിന്ന് സ്റ്റഡി ചെയ്തു. എന്തെങ്കിലും സംശയമുണ്ടോ? ഇതിലേക്ക് ഇന്ന് സ്റ്റഡി ചെയ്യൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച എല്ലാ നോട്ട്സ് ടീച്ചറിനെ അയച്ചു തരിക. പഠിപ്പിച്ചതെല്ലാം വോയിസ് മെസ്സേജായിട്ട് പഠിച്ചിട്ട് ടീച്ചറിന് അതും അയച്ചു തരിക. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് സ്റ്റഡി ചെയ്താലോ? സ്റ്റഡി ചെയ്യാം. ഓക്കെ, എല്ലാം റെഡിയല്ലേ? ഓക്കെ, നമുക്കിനി കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷിൽ നമ്മൾ 2 ചാപ്റ്റർ സ്റ്റഡി ചെയ്തു ഇല്ലേ? എന്താണ്? ദ ഫ്രോഗ് ആൻഡ് ദ നൈറ്റിംഗേൽ പഠിച്ചു ഇല്ലേ? പിന്നെ ഏതാണ് പഠിച്ചത്? ദ ലെജൻഡ് ഓഫ് 4 ഡ്രാഗൺസ്. 2 ചാപ്റ്റർ നമ്മൾ സ്റ്റഡി ചെയ്തു. അതിൽ ഫ്രോഗ് ആൻഡ് നൈറ്റിംഗേലിൽ നമ്മൾ ചാപ്റ്റർ എക്സസൈസ് ചെയ്തില്ല അല്ലേ? ഫസ്റ്റ് ആ ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ എക്സസൈസ് മാത്രമേ നമ്മൾ ചെയ്തോളായിരുന്നു. ബാക്കി അങ്ങോട്ട് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ ചെയ്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് അതൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ പേജ് നമ്പർ എത്ര? 40 തൊട്ട് നമ്മൾ തുടങ്ങാം. 40ൽ നമ്മൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റഡി ചെയ്തു അല്ലേ? റീഡിംഗ് കോംപ്രഹെൻഷനിൽ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓൺ ദ ബേസിസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പോയം സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അതായത് നിങ്ങൾ എന്താണ് പോയം സ്റ്റഡി ചെയ്തത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായ അതാണ് നിങ്ങൾ ടീച്ചറിന് പറഞ്ഞുതരണം. നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ക്രിയേച്ചേഴ്സ് ഓഫ് ദ ബോഗ് ലോദഡ് ദ ഫ്രോഗ് വോയിസ്. എന്താണ് ബോഗിലുള്ള ആൾക്കാരെല്ലാം തവളയുടെ ശബ്ദത്തെ വെറുത്തു. കാരണം എന്തായിരുന്നു? ദ ഫ്രോഗ് ഫ്രോഗ്ഡ് ഇൻ ഹാർഷ് വോയിസ്. ദ ഫ്രോഗ് വാസ് അഗ്ലി ലുക്കിംഗ്. ദ ഫ്രോഗ് സാങ് ഫ്രം ഡോൺ ടു ഡസ്ക്. അതായത് എന്താണ് ഫ്രോഗിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഹാർഷ് വോയിസ് ഇങ്ങനെ എപ്പോഴും ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ ഫ്രോഗ് വാസ് അഗ്ലി ലുക്കിംഗ്. അഗ്ലി ലുക്കിംഗ് ആയിരുന്നു ഫ്രോഗ് കാണാൻ. തേർഡ് ദ ഫ്രോഗ് സാങ് ഫ്രം ഡാൺ ടു ഡസ്ക്. സന്ധ്യ മുതൽ പ്രഭാതം വരെ നിർത്താതെ പാടികൾക്ക്. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് ആ ലോകത്തിലുള്ള ആൾക്കാർ നമ്മുടെ ബോഗിലുള്ള ആൾക്കാരുടെ തവളയുടെ ശബ്ദത്തെ വെറുതെ ഏതുകൊണ്ടാണ്? ദ ഫ്രോഗ് ഫ്രോഗ്ഡ് ഇൻ ഹാർഷ് വോയിസ്. അപ്പൊ ആണ് അതിന്റെ ആൻസർ. ആ ഒരു ഹാർഷ് വോയിസ് കൊണ്ടാണ് അവിടെ ബോഗിലുള്ള ആൾക്കാരെ നമ്മുടെ ഫ്രോഗിന്റെ സൗണ്ടിനെ ഹേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ദ ഫ്രോഗ് വാസ് അപ്സെറ്റ്. ഫ്രോഗ് അപ്സെറ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ബോയ് ആനിമൽ ലോദർ ഹെഡ് വോയിസ് അല്ലേ? ആ തവളയുടെ ശബ്ദത്തെ വെറുത്തതുകൊണ്ടാണ് അത് അപ്സെറ്റ് ആയത്? അല്ല. സെക്കൻഡ് നോക്കിക്കേ. ദ ബോഗ് ആനിമൽസ് അഡ്മിയർഡ് ദ നൈറ്റിംഗേൽ സോങ് ആൻഡ് അപ്ലോഡഡ് ക്ലോസ്ലി. അപ്പൊ എന്താണ്? തവളയുടെ സോങ്ങിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബോഗിലുള്ള ആനിമൽസ് നമ്മുടെ നൈറ്റിംഗേലിന്റെ സോങ്ങിനെ അഭിനന്ദിക്കുകയും അതിനെ പിന്തുടരുകയും ഒക്കെ ചെയ്തു. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണോ തവള അപ്സെറ്റ് ആയത്? മൂന്നാമത്തെ റീസൺ നോക്കി. ദ ഫ്രോഗ് ഫെൽറ്റ് ലോൺലി ആൻഡ് ജലസ്ലി അല്ലേ? തവളയ്ക്ക് എന്താണ് ഏകാന്തതയും അസൂയൊക്കെ അനുഭവപ്പെടും. അപ്പൊ ഏത് 3 കാര്യങ്ങൾ തന്നു. അതിൽ ഏത് കാരണം കൊണ്ടാണ് നമ്മുടെ തവള
അപ്സെറ്റ് ആയത്? സെക്കൻഡ് ആണ് അല്ലേ, ഓപ്ഷൻ ബി ആണ്. എന്താണ്? ദ ഡോഗ് ആനിമൽ അഡ്മയർഡ് ദ നൈറ്റിംഗേൽ സോങ് ആൻഡ് അപ്ലോഡഡ് ക്ലോസ്ലി. അതായത് എന്താണ്? തവളയുടെ പാട്ടിനെ മാറ്റി നിർത്തിയിട്ട് എല്ലാവരും നമ്മുടെ നൈറ്റിംഗേലിന്റെ സോങ്ങിനെ എന്താണ് അഭിനന്ദിക്കാനും അതിനെ ഫോളോ ചെയ്യാനും ഒക്കെ തുടങ്ങി. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ തവള അപ്സെറ്റ് ആയത്. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? സെക്കൻഡ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ നൈറ്റിംഗേൽ ഡൈഡ്. എന്താണ്? ബിക്കോസ്. എന്തുകൊണ്ടാണ് നമ്മുടെ നൈറ്റിംഗേൽ മരിച്ചത്? എന്തുകൊണ്ടാണ്? ദ ബോഗ് ആനിമൽ സ്റ്റോപ്ഡ് കമ്മിങ്. ബോഗ് ആനിമൽസിലെ ബോഗുള്ള ആനിമൽസ് അവരുടെ പാട്ട് കേൾക്കാൻ വരുന്നത് നിർത്തി. അതുകൊണ്ടാണോ നമ്മുടെ നൈറ്റിംഗേൽ മരിച്ചത്? അല്ല. സെക്കൻഡ് ഓപ്ഷൻ ഓക്കെ. ഷീ കുഡ് നോട്ട് ഇൻസ്പയർ ഹർ ഓഡിയൻസ് എനിമോർ. അവരുടെ ഓഡിയൻസിനെ അവർക്ക് എന്താണ് കൂടുതൽ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണോ നമ്മുടെ നൈറ്റിംഗേൽ മരിച്ചത്? അല്ല. പിന്നെയോ? ഷീ വാസ് ടയേർഡ്, സിക്ക് ആൻഡ് ഓവർവർക്ക്ഡ് ബൈ ദ ഫ്രോഗ്. ആ ഫ്രോഗ് അവർക്ക് എന്ത് കൊടുത്തു? ഓവർ വർക്ക് കൊടുത്തില്ലേ? എപ്പോഴും ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യിപ്പിച്ചു. പാട്ടുപാടി സ്ട്രെയിൻ ചെയ്യിപ്പിച്ചു. അവളുടെ തൊണ്ടയെല്ലാം മോശമായി അവളങ്ങനെ ടയേർഡ്, സിക്ക് ആയിട്ടാണ് മരിച്ചത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തായിരുന്നു. ഇനി നമുക്ക് നോക്കാം. എന്താ നോക്കാനുള്ളത്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗീവ് അനദർ വേർഡ് ഫ്രം ദ പോയം ദാറ്റ് മീൻസ് ദ സെയിം ആസ് ദ വേർഡ് റാപ്റ്റ്. നമ്മുടെ ഒരു റാപ്റ്റ് എന്ന് പറയുന്ന വേർഡ് പഠിച്ചു. അതിന് സെയിം ആയിട്ടുള്ള വേർഡ് നമ്മളുടെ ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തി നമ്മൾ ആ പഠിച്ച പോയത്തിൽ നിന്ന് നമ്മൾ പറയണം. ഏതാ ഉത്തരം? നിങ്ങളൊന്ന് ടീച്ചറിന് പറഞ്ഞു തന്നെ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഉത്തരം എൻ റാപ്ചേർഡ് എന്നാണ്. ഏതാണ് ഉത്തരം? എൻ റാപ്ചേർഡ്. റാപ്റ്റ് എന്ന് പറയുന്ന വേർഡിന് പകരം നമ്മൾ പറയുന്ന വേർഡാണ് എൻ റാപ്ചേർഡ്. നമ്മുടെ പോയത്തിലുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? ആവേശഭരിതരായില്ലേ? ഇപ്പൊ എന്താണ് നമ്മുടെ നൈറ്റിംഗേലിന്റെ പാട്ടുമായിട്ട് ബോധത്തിലുള്ള ആൾക്കാർ, ലോകിലുള്ള ആൾക്കാര് എന്താണ് ആവേശഭരിതരായി നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ അതാണ് അതിന്റെ ആൻസർ. റാപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന് നമ്മൾ പോയത്തിൽ നിന്ന് പകരം കണ്ടെത്തി പറയുന്ന വേർഡാണ് എൻ റാപ്ചേർഡ് എന്ന് പറയുന്നത്. മീനിങ് എന്താ? ആവേശഭരിതനായി. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ നൈറ്റിംഗേൽ ബിക്കം മോർ മോറോസ് ആൻഡ് സോറോഫുൾ ഡേ ബൈ ഡേ? ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ നൈറ്റിംഗേൽ മോറോസും സോറോഫുള്ളും ഒക്കെ. അതിന് കാരണം എന്താണ്? എന്റെ ആൻസർ? നോക്കിക്കേ. ഷീ ലോസ്റ്റ് ഹെർ ഗ്രേറ്റ് വോയിസ് ഡ്യൂ ടു ഓവർ ട്രെയിനിങ് ബൈ ദ ഫ്രോഗ്. ഇല്ലേ? ഫ്രോഗിന്റെ ആ ഒരു ഓവർ ട്രെയിനിങ് ഡേ ബൈ ഡേ നമ്മുടെ ഫ്രോഗിനെ നൈറ്റിംഗേലിനെ കഷ്ടപ്പെടുത്തുവല്ലേ? പാട്ടുപാടി കാലാവസ്ഥ പോലും നോക്കാൻ നമ്മൾ ഫ്രോഗിനെ നൈറ്റിംഗേലിനെ ഇങ്ങനെ ട്രെയിനിങ് ചെയ്യിച്ചുകൊണ്ടിരുന്നു. ഷീ വാസ് സിക്ക് ആൻഡ് ടയേർഡ് ഓഫ് ദ ഫ്രോഗ് കോൺസ്റ്റന്റ് റാഗിങ് ആൻഡ് ബാഡ് കമന്റ്സ് ഓൺ ഹർ പെർഫോമൻസ്. അപ്പൊ എന്താണ്? തവള നമ്മൾ നൈറ്റിംഗേൽ എത്ര നല്ലോണം പാടിയാലും തവള എന്ത് ചെയ്യും? അതിനെ അങ്ങ് എന്തോ മോശം കമന്റിലൂടെ അല്ലേ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മുടെ പെർഫോമൻസിനെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മൾ നൈറ്റിംഗേൽ അങ്ങ് വരാതായി. ഹെർ ഓഡിയൻസ് ഹാറ്റഡ് ഹെർ സോങ് ആൻഡ് വോയിസ് ആൻഡ് സ്റ്റോപ്ഡ് കമ്മിങ്. അപ്പൊ എന്താണ്? ഇങ്ങനെ പാടി നമ്മുടെ നൈറ്റിംഗേലിന്റെ തൊണ്ടയൊക്കെ മോശമായി, അവരുടെ പാട്ട് മോശമായപ്പോൾ ആളുകൾ അവരുടെ ശബ്ദത്തെ വെറുക്കുകയും അവരുടെ പാട്ട് കേൾക്കാൻ വരാതിരിക്കുകയും ചെയ്തു. ഷീ ലോസ്റ്റ് ഓൾ ഹർ ഇൻസ്പിറേഷൻ ആൻഡ് they will to do better. അവരുടെ എല്ലാ പ്രചോദനവും അവർക്ക് നഷ്ടപ്പെട്ടു. കാരണം അവരുടെ സ്വരം ചീത്തയായി, പിന്നെ പാട്ട് കേൾക്കാൻ ആരും വരാതെ, അപ്പൊ അവരുടെ സ്വരം എല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് നല്ലോണം പാടാൻ പറ്റാതെയായി. അപ്പൊ അതുകൊണ്ടാണ് എന്ത് നമ്മുടെ നൈറ്റിംഗേൽ ബിക്കം മോർ മോറോസ് ആൻഡ് സോറോഫുൾ ഡേ ബൈ ഡേ. ഓരോ ദിവസം കഴിയുമ്പോൾ നൈറ്റിംഗേൽ ഇങ്ങനെ സോറോഫുള്ളും മോറോസും ഒക്കെ ഉള്ള കാരണത്തിന് ആൻസറാണ് നമ്മൾ ഈ പറയുന്നത്. എന്താണ്? ഷീ ലോസ്റ്റ് ഹെർ ഗ്രേറ്റ് വോയിസ് ഡ്യൂ ടു ഓവർ ട്രെയിനിങ് ബൈ ദ ഫ്രോഗ്. ഷീ വാസ് സിക്ക് ആൻഡ് ടയേർഡ് ഓഫ് ദ ഫ്രോഗ് കോൺസ്റ്റന്റ് ലാഗിങ് ആൻഡ് ബാഡ് കമന്റ്സ് ഓൺ ഹെർ പെർഫോമൻസ്. Her audience hated her songs and voice and stopped coming. She lost all her inspirations and they will to do better. അവർക്ക് നല്ലതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അവരുടെ തൊണ്ട വയ്യാത്ത സ്വരം വയ്യാത്തതുകൊണ്ട് നല്ല പാട്ടൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആളുകളെല്ലാം അവരുടെ പാട്ട് കേൾക്കാൻ വരുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. തേർഡ്. Why did the frog wear down the nightingale slowly and steadily? ഇല്ലേ? നോക്കിയേ, ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? എന്തുകൊണ്ടാ? The frog overworked in the name of training even when she was ill and the weather was not good. ഇല്ലേ? ഈ കൂടുതൽ നൈറ്റിംഗേലിന്റെ പെർഫോമൻസ് ബെറ്റർ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തവള ഇതിനായിട്ട് നിരന്തരം അങ്ങ് ട്രെയിനിങ് ചെയ്യിപ്പിച്ചു. നല്ലോണം പാടുന്ന നൈറ്റിംഗേലിനെ വീണ്ടും കുറച്ചുകൂടെ നല്ലോണം പാടുന്നു നമ്മുടെ തവള നൈറ്റിംഗേലിനെ ഇട്ട് അങ്ങ് ഓവർ സ്ട്രെയിൻ ചെയ്യിപ്പിച്ചു, ഓവർ വർക്ക് കൊടുത്തോണ്ടിരുന്ന. ഇല്ലേ? വെൻ ഷീ അവൾ എന്ത് ചെയ്ത്? അവർക്ക് രോഗം വന്നു. കാരണം നിരന്തരം കാലാവസ്ഥ പോലും നോക്കാതെ തവളയിട്ട് ഇങ്ങനെ മഴയത്തും മഞ്ഞത്തും ഒക്കെ ഈ നൈറ്റിംഗേലിനെ കൊണ്ട് ഇങ്ങനെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു.
When her throat hatched, അവളുടെ തൊണ്ട എന്തായത് വല്ലാതായി. The frog never motivated her, instead continuously kept criticizing her, asking her to improve her quality, and that she still owed him 60 shillings and so has to work harder to pay her debt. അപ്പോൾ എന്താണ്, എത്ര നമ്മുടെ നൈറ്റിംഗേൾ നല്ലോണം പാടിയാലും നമ്മുടെ തവള അതിനെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലേ, പാട്ട് പോരാ, പാട്ട് മോശമാണ്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പാടും, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പാടും. അവളുടെ ആ നല്ല പെർഫോമൻസിനെ അങ്ങ് 24 മണിക്കൂർ ക്രിട്ടിസൈസ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് ഇടയ്ക്ക് എന്ത് പറയാം, നീ എനിക്ക് 60 shillings കടപ്പെട്ടിരിക്കും, അപ്പൊ നീ ഇങ്ങനെ നല്ലോണം ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്താലേ ആ കട നിനക്ക് വീട്ടാൻ പറ്റൂ, ഇല്ല എന്റെ കട വീട്ടാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ കടത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും എന്താണ് ഓവർ സ്ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവർക്ക് അസുഖം വരികയും ചെയ്തു. അടുത്ത 4th ക്വസ്റ്റ്യൻ നോക്കേ. വാട്ട് ഡസ് ദ നൈറ്റിംഗേൾ സേ വെൻ ദ ഫ്രോഗ് ക്രിട്ടിസൈസ് ഹെർ സോങ്? എന്താണ്, ഫ്രോഗ് അവളുടെ പാട്ടിനെ ക്രിട്ടിസൈസ് ചെയ്യും. എപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, എത്ര ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്താലും ഫ്രോഗ് എന്താണ് നൈറ്റിംഗേളിന്റെ പെർഫോമൻസിനെ എന്താണ് ഒരു നല്ല വാക്ക് പറയില്ല, ഒരു എന്താണ് ഗുഡ് എന്ന് പറയില്ല, എപ്പോഴും വീണ്ടും ഇംപ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞ് കുറ്റം പറയാ, ക്രിട്ടിസൈസ് ചെയ്യാ ചെയ്തത്. അങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ തവള എപ്പോഴും ഈ നൈറ്റിംഗേളിന്റെ സോങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ തിരിച്ച് നൈറ്റിംഗേൾ പറയുന്നത് എന്താ, അതാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്. എന്താണ്, വാട്ട് ഡസ് ദ നൈറ്റിംഗേൾ സേ വെൻ ദ ഫ്രോഗ് ക്രിട്ടിസൈസ് ഹർ സോങ്? അവളുടെ പാട്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, തവള ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നൈറ്റിംഗേൾ എന്താണ് പറയുന്നത്? The bird says that even if the frog found it not so good. തവള കണ്ടുപിടിച്ചല്ലേ പാട്ട്, നമ്മുടെ വലിയ പാട്ട് പോലുള്ളത് തവള കണ്ടുപിടിച്ചാൽ അതെന്താണ് കറക്റ്റ് ആയിരിക്കും. ഇറ്റ് വാസ് അറ്റ്ലീസ്റ്റ് ഹെർ ഓൺ ഒറിജിനൽ ക്രിയേഷൻ. അത് എന്താണ്, ആ തവളയുടെ ഒറിജിനൽ ക്രിയേഷൻ ആണ്. അപ്പൊ എന്റേത് കുറച്ച് മോശമാണെന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രോഗ് ഫൗണ്ട് ഇറ്റ് നോട്ട് സോ ഗുഡ്. ഇപ്പൊ തവള കണ്ടുപിടിക്കുന്നതല്ലേ അത് നല്ലതായിരിക്കില്ല. തവളയുടെ ഒറിജിനൽ ക്രിയേഷൻ, എന്റെ ക്രിയേഷൻ ആണെങ്കിൽ അത് നല്ലതായിരിക്കില്ല, പക്ഷെ തവളയുടെ ഒറിജിനൽ ക്രിയേഷൻ ആയതുകൊണ്ട് പാട്ടില്ലേ അത് ബെറ്റർ ആയിരിക്കും. തവള പറയുന്നില്ല അത് ശരിയായിരിക്കും എന്നാണ് നമ്മൾ നൈറ്റിംഗേൾ വിചാരിക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. വാട്ട് റീസൺസ് ഡസ് ദ ഫ്രോഗ് ഗീവ് ഫോർ ദ നൈറ്റിംഗേൾസ് ഫെയിലിയർ? നമ്മുടെ നൈറ്റിംഗേൾ നല്ലൊരു ശബ്ദത്തിനുടമയായിരുന്നു, നല്ലൊരു പാട്ടുകാരിയായിരുന്നു, എന്നിട്ട് പോലും നൈറ്റിംഗേൾ എന്താണ് ഫെയിലിയർ ആണ് സംഭവിച്ചത്. അവസാനം അത് രോഗം വന്ന് മരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു മരണത്തിന് അല്ലെങ്കിൽ ആ ഒരു നൈറ്റിംഗേളിന്റെ പരാജയത്തിന് ഫെയിലിയറിന് തവള കൊടുക്കുന്ന റീസൺ എന്താ? വാട്ട് റീസൺ ഡസ് ദ ഫ്രോഗ് ഗീവ് ഫോർ ദ നൈറ്റിംഗേൾസ് ഫെയിലിയർ? നൈറ്റിംഗേൾസിന്റെ ഫെയിലിയറിന് ആ ഫ്രോഗ് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഫ്രോഗ് കൊടുക്കുന്ന കാരണം, റീസൺ എന്താണ് നോക്കിക്കേ. That the nightingale had no confidence in her own talent. എന്താണ് തവള പറയുന്നത്? എന്താ, നമ്മൾ പറഞ്ഞത് സ്റ്റുപ്പിഡ് എന്നൊക്കെ തവള ഈ നൈറ്റിംഗേളിനെ വിളിക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ എന്താണ് പറയുന്നത്, അവക്ക് അവളുടെ ടാലന്റിനെ പറ്റി അറിയില്ലായിരുന്നു. നൈറ്റിംഗേളിന് അവളുടെ ടാലന്റ് എന്താണോ, അവളുടെ കഴിവിനെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ലായിരുന്നു. She was stupid, easily influenced and believed in what others said rather than herself. അപ്പൊ തവള തന്നെ പറയുന്നു അവൾ എന്താണ് സ്റ്റുപ്പിഡ് ആയിരുന്നു, കാരണം അവൾക്കറിയില്ല അവളുടെ കഴിവ് എന്താണ്. അവള് മറ്റുള്ളവർ പറയുന്നതിൽ അങ്ങ് ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നില്ലേ. മറ്റുള്ളവർ പറയുന്നത് എന്ത് തന്നെ ആയാലും അതങ്ങ് ഏറ്റെടുക്കുകയാണ്. അവളുടെ സ്വന്തം തീരുമാനങ്ങളെ മാറ്റി നിർത്തി മറ്റുള്ളവർ എന്താണോ പറയുന്നത് അതാണ് ഇവള് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ തീരുമാനങ്ങൾ അല്ലായിരുന്നു. അവളൊരു സ്റ്റുപ്പിഡ് ബേർഡാണ്. എന്താണ്, സ്വന്തം തീരുമാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ, സ്വന്തം കഴിവിനെ കുറിച്ച് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ വാക്ക് അനുസരിക്കുന്ന ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ളൊരു ബേർഡായിരുന്നു എന്നാണ് ആര് പറയുന്നത്, തവള പറയുന്നതാണ് ചെയ്തത്. ഈ ഒരു ഫെയിലുവറിന് നമ്മുടെ നൈറ്റിംഗേളിന്റെ ഫെയിലുവറിന് തവള പറയുന്ന കാരണങ്ങളാണ് ഇതൊക്കെ. അവർക്ക് അവരുടെ ടാലന്റിനെ കുറിച്ച് അറിയില്ലായിരുന്നു, അവർ മറ്റുള്ളവരിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അവരെന്ത് പറയുന്നു അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ നോക്കാൻ അതവന്ന് ഏറ്റെടുക്കുന്നതാണ് തവള പറയുന്നത്. അടുത്ത നോക്കി, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എക്സസൈസിൽ സിയിലെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നൈറ്റിംഗേൾ ഹാഡ് ഗ്രേറ്റ് ടാലന്റ് ആൻഡ് വോയിസ് യെറ്റ് ഷീ ഡിഡ് നോട്ട് സക്സീഡ് ഇൻ ലൈഫ്. വൈ ഡു യു തിങ്ക് ഷീ ഫെയിൽഡ്? അപ്പൊ നിങ്ങൾ ടീച്ചറിന് പറഞ്ഞു തന്നെ, നമുക്കറിയാം നൈറ്റിംഗേൾ വളരെ ടാലന്റ് ഉള്ള ഒരു ബേർഡ് ആയിരുന്നു ഇല്ലേ. അവളുടെ വോയിസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല വോയിസ് ആണ്. എന്നിരുന്നാലും ഷീ ഡിഡ് നോട്ട് സക്സീഡ് ഇൻ ലൈഫ്, അവർക്ക് അവളുടെ ജീവിതത്തിൽ എന്താണ് വിജയം കണ്ടെത്താൻ സാധിച്ചില്ല. എന്താണ് കാരണം? വൈ ഡു യു തിങ്ക് ഷീ ഫെയിൽഡ്? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? അവർ പരാജയപ്പെട്ടത് എന്തായിരിക്കും കാരണം? ടീച്ചർ ഒന്ന് പറഞ്ഞാൽ എന്താ കാരണം? അവർക്ക് എന്താണ് സ്വന്തം കഴിവിനെ കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു അല്ലേ. പിന്നോ കറക്റ്റ് എന്താണ്? She failed because she had no faith in herself and foolishly trusted others' opinions and blindly accepted them rather than thinking about it. അതായത് എന്താണ്, അവർക്ക് അവളുടെ ടാലന്റിനെ കുറിച്ച് ഒരു ബോധം ഇല്ലായിരുന്നു. ഞാൻ നല്ലോണം പാടും, അപ്പൊ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണ്ട, അപ്പൊ എന്റെ ശബ്ദം നല്ലതാണ് എന്നൊരു ചിന്ത ഈ പക്ഷിക്ക് ഇല്ലായിരുന്നു.
മറ്റുള്ളവർ പറയുന്ന എന്ത് ഫൂളിഷ്നെസ് ആയാലും ഈ നൈറ്റിംഗേൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അത് എന്താണ്, തെറ്റാണോ ശരിയാണോ എന്ന് പോലും ചിന്തിക്കാതെ അതിങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഷീ കുഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ് അഡ്വൈസ് ആൻഡ് ആൾസോ ലാക്ഡ് കറേജ്. എന്താണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഉപദേശം ഇല്ലേ, അത് അഡ്വൈസ് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും നോക്കാതെ ഈ പക്ഷി അത് ജീവിതത്തിൽ തന്റെ ജീവിതത്തിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ പക്ഷിക്ക് ജീവിതത്തിൽ എന്താണ് സക്സീഡ് ആവാൻ കഴിയാതെ പോയത്. എന്താണ് സ്വന്തം ടാലന്റിനെ വിശ്വസിക്കാതെ മറ്റുള്ളവർ പറയുന്ന ഫൂളിഷ്നെസ് ആയിട്ടുള്ള വാക്കുകൾ, തെറ്റായിട്ടുള്ള വാക്കുകൾ, ബാഡ് അഡ്വൈസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പോയി തന്റെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് പക്ഷിക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റാതെ പോയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഹൗ ഡിഡ് ദ ഫ്രോഗ് സക്സീഡ് ടു റീഗെയിൻ അൺറിവെയിൽഡ് ഇൻ ദ ബോഗ്? അപ്പൊ എന്താണ് തവളയ്ക്ക് ഇനി ആ ഒരു ബോഗില് വേറെ എന്താണ് ശത്രുക്കളൊന്നുമില്ല, ഇനി തവള മാത്രമേ ഉള്ളൂ അവിടെ വീണ്ടും പഴയ പാട്ടുകാരനായി. അപ്പൊ അതെങ്ങനെയാണ് തവളയ്ക്ക് സാധിച്ചെടുത്തത്? ബൈ മേക്കിംഗ് ഷുവർ ദാറ്റ് നൈറ്റിംഗേൾ ഹു ഹാഡ് സ്റ്റോളൻ ഹിസ് പ്ലേസ് വാസ് റിമൂവ്ഡ് ഫ്രം ദ ബോഗ് ഫോറെവർ. അപ്പം നൈറ്റിംഗേൾ നല്ലോണം പാടാൻ തുടങ്ങിയപ്പോൾ തവളയ്ക്ക് മനസ്സിലായി, ഇനി ഓഡിയൻസ് എല്ലാം നൈറ്റിംഗേളിന്റെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്, എന്റെ പാട്ടിനെ ആർക്കും വേണ്ട. അപ്പൊ എന്താ തവള വിചാരിച്ചത്, എങ്ങനെയെങ്കിലും നൈറ്റിംഗേളിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് എന്റെ ആ പഴയ സ്ഥാനം എനിക്ക് അവിടെ പ്ലേസ് ചെയ്തേ പറ്റൂ. അപ്പൊ എന്താണ് നൈറ്റിംഗേളിനെ ഒഴിവാക്കുക, ഞാൻ ഏകാധിപതിയായിട്ട് അവിടെ തുടരുക. അതിന് വേണ്ടിയിട്ട് എന്താണ് ഹെർ ക്ലെവർലി പ്ലാൻഡ് ആൻഡ് ഫൗണ്ട് എ വേ ടു ടയർ ദ ബേർഡ് ഔട്ട് സോ ദാറ്റ് ഹി കുഡ് വൺസ് അഗൈൻ ബി ദ ലോൺ സിംഗർ ഇൻ ദ ബോഗ്. അപ്പൊ എന്തൊരു തന്ത്രപൂർവ്വം തവള നമ്മുടെ നൈറ്റിംഗേളിനായിട്ട് കഷ്ടപ്പെടുത്തി അവന്റെ വർണ്ണത്തിലേക്ക് കൊണ്ടെത്തി നൈറ്റിംഗേളിനെ പയ്യെ ഒഴിവാക്കിയിട്ട് അവന്റെ ബോഗിലുള്ള ആ പ്ലേസ് അവൻ വീണ്ടും അവിടെ ഏകാഗ്രമായിട്ട് സിംഗറിന്റെ ബോഗ്, ലോൺ സിംഗർ, നമുക്ക് ഏക ഗായകനായിട്ട് അവിടെ വേറെ ആരുമില്ല മത്സരിക്കാനും, തവളയുടെ സ്ഥാനം തട്ടിക്കൊണ്ടുവരാൻ അവിടെ ആരുമില്ല. വന്ന നൈറ്റിംഗേളിനെ ബുദ്ധിപൂർവ്വം തവളയെ ഒഴിവാക്കി മാറ്റി. ഇപ്പൊ ആൻസർ ദ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താണ് പോയറ്റിക് ഡിവൈസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ആലിട്രേഷൻ ഉണ്ട്, ഒനോമോടോപ്പിയ ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ, അങ്ങനെ 3 തരത്തിലുള്ള പോയറ്റിക് ഡിവൈസസ് നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു ഇല്ലേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എക്സസൈസ് കംപ്ലീറ്റ് ആണ്. ഇനി അടുത്ത നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചതായിരുന്നു ദ ലെജൻഡ് ഓഫ് ദ 4 ഡ്രാഗൺസ് ഇല്ലേ. ഒരു 4 ഡ്രാഗൺസ് എന്താണ് നമ്മുടെ ഒരു എർത്തില് നമ്മുടെ ഓഷ്യനിലും ഒക്കെ ലീവ് ചെയ്യുന്ന ആ ഒരു 4 ഡ്രാഗൺസ് ഒരു എർത്തിലുള്ള ആളുകൾക്ക് എന്താണ് കുറച്ച് എന്താണ് നല്ലൊരു കാലാവസ്ഥയല്ല ഇല്ലേ, മഴയൊന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ എംപറർ ചെയ്യാത്ത ഒരു ഡ്യൂട്ടിയില്ലേ, നമ്മുടെ കിങ് ചെയ്യാത്ത ഒരു ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട് നമ്മുടെ അകത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നു ഇല്ലേ, സംരക്ഷിക്കുകയും അതുവഴി അവർക്ക് എന്താണ് അവരെ ജയിലിൽ അടക്കുകയൊക്കെ ചെയ്ത ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചില്ലായിരുന്നു. 4 ഡ്രാഗൺസ് നമ്മുടെ ഇടത്തിലുള്ള ആളുകളെ രക്ഷിക്കുന്ന കാര്യം നമ്മൾ പഠിച്ചായിരുന്നു ഇല്ലേ. അപ്പൊ ഇനി ജൂഡ് എംപറർ, ആ ചക്രവർത്തി എന്താണ് ഗോഡസ് ഓഫ് ഗോഡ്, ദൈവങ്ങളുടെ ദൈവമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലിക്കാരായിരുന്നു ഈ 4 എംപറർ നമ്മുടെ ഡ്രാഗൺ എന്ന് പറയുന്നത്. അപ്പൊ രാജാവ് ജനങ്ങളെ ഒരു ദുരിത സമയം വന്നപ്പോൾ രക്ഷിക്കുന്നില്ല. ആ ഒരു ടൈമിൽ നമ്മുടെ ഇടത്തിലുള്ള ആളുകളെ രക്ഷിക്കുന്നത് ഈ 4 ഡ്രാഗൺസ് ആണ്. നമ്മൾ ആ സ്റ്റോറി നല്ലൊരു സ്റ്റോറിയാണ് നമ്മൾ സ്റ്റഡി ചെയ്തു അല്ലേ. ഇനി അതിന്റെ എക്സസൈസ് നോക്കിയേ, പേജ് നമ്പർ എത്രയാണ് 21. പേജ് നമ്പർ 21 ഒന്ന് എടുത്തേ നിങ്ങൾ ടെക്സ്റ്റില് എടുത്തോ, പേജ് നമ്പർ 21 എടുത്തോ. എങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അതെന്താണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ സ്റ്റോറി സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻസ്. അതായത് നമുക്കില്ലേ ഓൺ ദ ബേസിസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ്, അപ്പൊ നമുക്ക് എന്താണ് ഈ സ്റ്റോറിയിൽ മനസ്സിലായത് അതാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, പീപ്പിൾ ഓൺ എർത്ത് വേർ സഫറിംഗ് ബിക്കോസ് എന്താണ് എർത്തിലുള്ള ആളുകൾ സഫർ ചെയ്യുകയായിരുന്നു. കാരണം എന്താ, ദർ വാസ് നോ റെയിൻ ഈവൻ ആഫ്റ്റർ എ ലോങ് ടൈം, there was a dangerous diseases on the earth and people were dying, people on earth were fighting. എന്താണ് there was no rain even after a long time അല്ലേ, കുറെ നാൾ അവർക്ക് മഴ ലഭിച്ചില്ല. there was a dangerous disease on the earth and people were dying. എർത്തിലെ ഒരു രോഗം വന്നിട്ട് പീപ്പിൾ എല്ലാം മരിക്കാൻ തുടങ്ങി. people on the earth were fighting, ഭൂമിയിലുള്ള ആൾക്കാർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് നമ്മുടെ എർത്തിലുള്ള ആളുകൾ സഫർ ചെയ്യാൻ തുടങ്ങിയത്? രോഗമായിരുന്നോ? അല്ല. ഫൈറ്റിംഗ് ആയിരുന്നോ? അല്ല. പിന്നെന്താണ്? there was no rain even after a long time, കുറെ നാൾ അവർക്ക് മഴ കിട്ടാതെ, അപ്പോഴായിരുന്നു നമ്മുടെ ലോകത്തിലുള്ള ആളുകൾ സഫർ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ടിക്ക് ചെയ്തോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ കിങ് നെഗ്ലക്റ്റഡ് ഹിസ് ഡ്യൂട്ടി. കിങ് നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന കിങ് പെട്ടെന്ന് കിങ്ങിന്റെ ഡ്യൂട്ടി നെഗ്ലക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണ്? he was unwell. അദ്ദേഹത്തിന്റെ അസുഖം തന്നെയാണോ? നെക്സ്റ്റ് നോക്കേ, the queen had put him under a spell. രാജകുമാരി എന്താണ് ആ ഒരു രാജകുമാരിയുടെ വലയത്തിലാക്കി തീർത്തു.
ദ കിങ് ഹേറ്റഡ് ദ പീപ്പിളിനെ രാജാവ് ജനങ്ങളെ വെറുത്തതുകൊണ്ടായിരുന്നോ? അല്ല, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ദ കിങ് നെഗ്ലക്റ്റഡ് ഡ്യൂട്ടി നെഗ്ലക്റ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഓപ്ഷൻ ബി ആണ്. എന്താ? ദ ക്യൂൻ ഹാർട്ട് put him under a spell. രാജകുമാരി തന്റെ സോങ് കൊണ്ട് ഒരു വലയം ചേർത്ത് അതിൻ്റെ ഉള്ളിലാക്കി നമ്മുടെ രാജാവിനെ ആ ഒരു പാട്ടിൽ ആ ഒരു സോങ്ങിൽ മയങ്ങി ഇടുന്നത് കൊണ്ടാണ് നമ്മുടെ രാജാവ് ഡ്യൂട്ടി മാറുന്നത് ഇല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ദ ക്യൂൻ ഹാർട്ട് put him under a spell. ടിക്ക് ചെയ്തോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ദ ഡ്രാഗൺസ് ടേൺ ഇൻടു റിവേഴ്സ് ബിക്കോസ് ഡ്രാഗൺസ് എന്തു ചെയ്തു? തിരിച്ച് റിവറായിട്ട് മാറാന്ന് വിചാരിച്ചു. കാരണം എന്താ? ജേഡ് എംപറർ ജേഡ് എംപറർ ഓർഡർ ഇട്ടോ എംപറർ അല്ലേ? എന്താണ്? നിങ്ങൾ തിരിച്ച് നദിയായിട്ട് പോകാൻ പറഞ്ഞോ? അല്ല, they were trapped under the mountains are trap ചെയ്യപ്പെട്ടു, അതാണോ കാരണം? അല്ല, പിന്നെയോ they felt that they should save the people. അവർക്ക് തോന്നി എന്താണ്? നമുക്ക് ഇങ്ങനെ ഈ ട്രാപ്പിലായി കിടക്കാതെ ജനങ്ങളെ സംരക്ഷിക്കാം, ജനങ്ങളെ സേവ് ചെയ്യാം, അതുകൊണ്ടാണ് അവർ വീണ്ടും നദിയായിട്ട് മാറിയത്. നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, they felt that they should save the people. ടിക്ക് ചെയ്തോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The Chinese believe that the dragon is a symbol of. അപ്പൊ ഡ്രാഗൺ എന്താണ്? എന്തിന്റെ സിമ്പിൾ ആയിട്ടാണ് അവർ പറയുന്നത് ചൈനക്കാര്? Strength, goodwill, prosperity, rain, star, mountains, terror and mellow violence. അപ്പൊ എന്താണ്? ഗുഡ്വിൽ, എന്താണ്? സ്ട്രെങ്ത്, ഗുഡ്വിൽ, പ്രോസ്പെരിറ്റിയുടെ സിമ്പിൾ ആയിട്ടാണ് ഡ്രാഗൺസിനെ ചൈനക്കാര് വിശ്വസിക്കുന്നത്. അത് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആൻസർ ദ ഫോളോയിങ് വിത്ത് റെഫറൻസ് ടു ദ സ്റ്റോറി വെച്ചിട്ട് ആൻസർ എഴുതാനുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ 4 dragons, where did they live, what was their job. അപ്പൊ നമുക്ക് ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ആ 4 ഡ്രാഗൺസിന്റെ പേര് പറയുക, അവരെവിടാണ് താമസിക്കുന്നത്, അവരുടെ ജോലി എന്താണ്. എന്താണ് ആ 4 ഡ്രാഗൺസിന്റെ പേര്? ടീച്ചർ പറഞ്ഞു തന്നെ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. എന്തായിരുന്നു ആ 4 ഡ്രാഗൺസിന്റെ പേര്? പേൾ, യെല്ലോ, ലോ ആൻഡ് ബ്ലാക്ക് ഇല്ലേ? ഇതായിരുന്നു ആ 4 ഡ്രാഗൺസിന്റെ പേര്. പേൾ, യെല്ലോ, ലോങ് ആൻഡ് ബ്ലാക്ക്. They live in the fresh water sea. ഇല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു ഫ്രഷ് വാട്ടർ സീയിലായിരുന്നു അവര് താമസിക്കുന്നത്. And their job was to take care of the sea and protect the people on the earth. സീയെ സംരക്ഷിക്കുക, അതുപോലെ എർത്തിലുള്ള പീപ്പിളിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ 4 ഡ്രാഗൺസിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എന്താണ് ജോബ് എന്ന് പറയും. ആൻസർ എന്താണ്? പേൾ, യെല്ലോ, ലോങ് ആൻഡ് ബ്ലാക്ക്. They live in the freshwater sea and their job was to take care of the sea and protect the people on earth. ക്ലിയർ ആയോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. Whom did Jade Emperor marry? ആരെയാണ് നമ്മുടെ ജേഡ് എംപറർ മാരി ചെയ്തത്? ആരെയാണ്? നമ്മൾ പഠിച്ചായിരുന്നു, സ്റ്റോറി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ആരെയായിരുന്നു? ടീച്ചറിന് പറഞ്ഞു തന്നെ. ഫെയറി ക്യൂൻ ഇല്ലേ? ആൻസർ എന്താ? The fairy queen who was very beautiful and a talented singer. നമ്മൾ പറഞ്ഞില്ലേ, കാണാൻ വളരെ സുന്ദരിയും എന്താണ് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഫെയറി ക്യൂനെയാണ് നമ്മുടെ രാജാവ് എംപറർ മാരി ചെയ്തത്. അപ്പൊ ആൻസർ എന്താ? The fairy queen who was very beautiful and a talented singer. കറക്റ്റ് ആയ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, whom did Jade Emperor marry? ആരെയായിരുന്നു? The fairy queen who was very beautiful and a talented singer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. Why was the queen jealous? What did she do? ഇല്ലേ? എന്താണ് നമ്മുടെ ജലസ് ആയിരുന്നു പറഞ്ഞു, നമ്മുടെ ക്യൂൻ ജലസ് ആയിരുന്നു ഫെയറി ക്യൂൻ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, the fairy queen was jealous because the king spent most of his time in taking care of his subject. അപ്പൊ എന്താണ്? രാജാവ് എപ്പോഴും ജനങ്ങളെ സംരക്ഷിക്കുന്ന ഡ്യൂട്ടിയിലും അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ അദ്ദേഹം മുഴുകിയിരുന്നു ഇല്ലേ? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കാരണം പറഞ്ഞത്. അദ്ദേഹം എപ്പോഴും ബാക്കിയുള്ള ജനങ്ങളെ സംരക്ഷിക്കുക, സീയിലുള്ള കാര്യം നോക്കുക, എർത്തിലുള്ള കാര്യം നോക്കുക, അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു രാജാവിന്റെ ജോലി എന്ന് പറഞ്ഞു. സോ ഷീ പുട്ട് ഹിം അണ്ടർ എ സ്പെൽ ബൈ സിംഗിങ് എ സോങ്. അപ്പൊ എന്താണ് രാജകുമാരി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും മറ്റുള്ളവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാതെ എന്റെ കൂടെ ഇരിക്കണം, എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കാതെ എനിക്ക് ഇമ്പോർട്ടൻസ് തരിക. അതിന് വേണ്ടിയിട്ട് രാജകുമാരി ഒരു പാട്ട് പാടിയിട്ട് അതിന് മുഴുകി രാജാവിനെ ഇരുത്തുകയാണ് ചെയ്തത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ വാസ് ദ ക്യൂൻ ജലസ്? എന്തുകൊണ്ടാണ് ഈ ക്യൂൻ ജലസ് ആയത്? വാട്ട് ഡിഡ് ഷീ ഡു? അതിന് വേണ്ടി അവൾ എന്താണ് ചെയ്തത്? അപ്പൊ അതാണ് ആൻസർ. ദ ഫെയറി ക്യൂൻ വാസ് ജലസ്. എന്തുകൊണ്ടാ? ബിക്കോസ് ദ കിങ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം in taking care of his subjects, so she put him under a spell by singing a song. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കേ, വാട്ട് ഹാപ്പൻ വെൻ ദ കിങ് വാസ് അണ്ടർ ദ ക്യൂൻസ് സ്പെൽ? അപ്പൊ രാജാവ് ഇങ്ങനെ ആ ഒരു ക്യൂന്റെ സോങ്ങില് ആകർഷണമായി മുഴുകിയിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. എന്താണ് സംഭവിച്ചത്? ദ കിങ് ഫോർഗോട്ട് ഹിസ് ഡ്യൂട്ടീസ് ടുവാർഡ് ഹിസ് സബ്ജക്ട്. അദ്ദേഹത്തിന്റെ
ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു എന്ന് അദ്ദേഹം മറന്നുപോയിട്ട് ഈ പാട്ടിൽ ഇങ്ങനെ ലയിച്ചു. അപ്പൊ എന്താണ് ആൻസർ? ദ കിങ് ഫോർഗോട്ട് ഹിസ് ഡ്യൂട്ടീസ് ടുവാർഡ്സ് ഹിസ് സബ്ജക്ട്സ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അദ്ദേഹം മറന്നുപോയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, വാട്ട് ഡിഡ് ദ ഡ്രാഗൺസ് ഡു ടു സേവ് ദ പീപ്പിൾ. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഡ്രാഗൺസ് എന്താണ് ചെയ്തത്? പീപ്പിളിനെ രക്ഷിക്കാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? ഓരോ ഡ്രാഗൺസും കടലിൽ നിന്ന് വെള്ളം പരമാവധി വയറ്റിലും വായിലും വാലിലും ഒക്കെ വെള്ളം ശേഖരിച്ച് കർമ്മേഘത്തിൽ കൊണ്ടുപോയിട്ട് മഴയായിട്ട് പെയ്യിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം നോക്കേ, ദ ഡ്രാഗൺസ് ഫിൽഡ് ദംസെൽസ് വിത്ത് സീ വാട്ടർ ആൻഡ് ഷോവർഡ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് റെയിൻ ഓൺ ദ എർത്ത്. അപ്പൊ എന്താണ് ഡ്രാഗൺസ് ചെയ്തതാ? അവര് സീ വാട്ടർ അവര് ശേഖരിച്ചിട്ട് എന്ത് ചെയ്തു? മഴയായിട്ട് ഭൂമിയിലേക്ക് വീട്ടു. അപ്പൊ അതാണ് ഡ്രാഗൺസ് ചെയ്തത്. ദ ഡ്രാഗൺസ് ഫിൽഡ് ദംസെൽസ് വിത്ത് സീ വാട്ടർ ആൻഡ് ഷോവർഡ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് റെയിൻ ഓൺ എർത്ത്. ക്ലിയർ ആയേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദ കിങ് പെർഫോംഡ് ഹിസ് ഡ്യൂട്ടി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ രാജാവ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളത്? എക്സ്പ്ലെയിൻ. ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? നോ. ആൻസർ എന്ത് എഴുതും? നോ. ആൾദോ ദ കിങ് വാസ് ഡ്യൂട്ടിഫുൾ. കിങ് ഡ്യൂട്ടിഫുൾ ആയിരുന്നു അല്ലേ? എല്ലാ ഉത്തരവാദിത്തങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു രാജാവ്. He completely changed after his marriage to the fairy queen. പക്ഷേ ഫെയറി ക്യൂണിനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് രാജാവിന് ഈ മാറ്റങ്ങൾ വന്നത്. When the dragons came to his palace and reminded him, he did not send the rain. എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ മഴ കിട്ടാതാന്ന അവസ്ഥയിൽ ആളുകൾ വിഷമിക്കുന്ന സമയത്ത് ഡ്രാഗൺസ് വന്ന് രാജാവിന്റെ പാലസ് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞു അല്ലേ? ആളുകൾ മഴ കിട്ടാതെ ബുദ്ധിമുട്ടാണ്, മഴ പെയ്യിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് ശരി നമ്മൾ തിരിച്ചയച്ചു. പക്ഷെ അദ്ദേഹം ചെയ്തോ? ഇല്ല. ഹി നെഗ്ലക്റ്റഡ് ഹിസ് പീപ്പിൾ ആൻഡ് അലോഡ് ദം ടു സഫർ. അദ്ദേഹത്തിന്റെ ആളുകളെ മറന്നിട്ട് നെഗ്ലക്ട് ചെയ്തിട്ട് അല്ലേ? നെഗ്ലക്ട് ചെയ്ത് അവര് എന്താണ് കുറെ ദുരിതം അനുഭവിക്കാൻ തുടങ്ങി. അപ്പൊ രാജാവ്, ഡു യു തിങ്ക് ദ കിങ് പെർഫോം ഹിസ് ഡ്യൂട്ടീസ് അല്ലെ? ഡ്യൂട്ടി ചെയ്യുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആൻസർ എന്തായിരുന്നു? ആൾദോ ദ കിങ് വാസ് ഡ്യൂട്ടിഫുൾ, ഹി കംപ്ലീറ്റ്ലി ചേഞ്ച് ആഫ്റ്റർ ഹിസ് മാരേജ്. ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു, പക്ഷെ മാരേജിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The mountain god sent the mountains to imprison the dragons, although he know that they were right by. എന്താണ് മൗണ്ടൻസിൽ എന്താണ് മൗണ്ടൻ ഗോഡ് അല്ലേ? മൗണ്ടൻ ഗോഡ് മൗണ്ടൻസിനെ വിട്ടിട്ട് പറഞ്ഞു ആ 4 ഡ്രാഗൺസിനെയും അല്ലേ ഇംപ്രസൺ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ആ മൗണ്ടൻ ഗോഡിന് അറിയാം അവര് ചെയ്തത് ശരിയാണ്. എന്തുകൊണ്ടാ? പക്ഷെ അവർക്ക് ജയിലിൽ ഇടേണ്ടി വന്നു. ആ മൗണ്ടൻ ഗോഡിന് ഈ 4 ഡ്രാഗൺസിനെ ജയിലിൽ അടക്കേണ്ടി വന്നു. കാരണം എന്താ? അവർ ചെയ്തത് ശരിയാണെന്ന് അറിയാം. Because Jade Emperor was the god of gods and the mountain god feared his anger. അപ്പം അവർ ഡ്രാഗൺസ് ചെയ്തത് ശരിയാണെന്ന് അറിഞ്ഞിട്ടും ഈ മൗണ്ടൻ ഗോഡ് എന്തുകൊണ്ടാണ് അവരെ ഇംപ്രിസൺ ചെയ്തത്? എന്തുകൊണ്ടാ? നമ്മുടെ ജേഡ് എംപറർ എന്താണ്? ഗോഡസ് ഓഫ് ഗോഡ് ആണല്ലേ? ഗോഡ് ഓഫ് ഗോഡസ് ദൈവങ്ങളുടെ ദൈവമാണ്. അപ്പൊ ആ ചക്രവർത്തിയുടെ എന്താണ് കോപം ഈ മൗണ്ടൻ ഗോഡിന് അറിയാം. അപ്പൊ അതിൽ നിന്ന് ആ ഒരു കോപം, ആ ഒരു ആങ്കർ ഈ മൗണ്ടൻ ഗോഡിന് പേടിയാണ്. അതുകൊണ്ടാണ് ഡ്രാഗൺസ് ചെയ്ത് ശരിയാണെന്ന് അറിഞ്ഞിട്ടും അവരെ ഇംപ്രസൺ ചെയ്തത്. ബിക്കോസ് ജേഡ് എംപറർ വാസ് ദ ഗോഡ് ഓഫ് ഗോഡസ് ആൻഡ് മൗണ്ടൻ ഗോഡ് ഫിയർഡ് ഹിസ് ആങ്കർ. അദ്ദേഹത്തിന്റെ ദേഷ്യത്തെ നമ്മുടെ ഗോഡിന് പേടിയാണ്. അതുകൊണ്ടാണ് അവരെ ജയിലിലാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഡ്രാഗൺസ് ബിക്കം റിവർ. എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ ഡ്രാഗൺസ് റിവറായിട്ട് മാറിയത്? നമ്മൾ ഏതുപോലെ പീപ്പിളിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു സേവ് ദ പീപ്പിൾ ഓഫ് ചൈന ഫ്രം ഇൻവേർഡേഴ്സ്, help trade and commerce, irrigate their lands and improve the fertility of the soil for better crops. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡ്രാഗൺസ് 4 ഡ്രാഗൺസ് നദിയായിട്ട് മാറിയത്? ടു സേവ് ദ പീപ്പിൾ ഓഫ് ചൈന ഫ്രം ഇൻവേർഡേഴ്സ് അല്ലേ? പുറത്തുനിന്നുള്ള ആളുകളിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ. അതുപോലെ തന്നെ ഹെൽപ്പ് ട്രേഡ് ആൻഡ് കൊമേഴ്സിനെയും ട്രേഡിനെയും ഹെൽപ്പ് ചെയ്യാൻ. ഇറിഗേറ്റ് ദെയർ ലാൻഡിനെ എല്ലാം ഇറിഗേറ്റ് ആക്കാൻ. ആൻഡ് ഇംപ്രൂവ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിലിന്റെ ഫെർട്ടിലിറ്റി ബെറ്റർ ആക്കിയിട്ട് ബെറ്റർ ക്രോപ്സ് നല്ല രീതിയിൽ ക്രോപ്പ് വളരാനായിട്ടുമാണ് നമ്മുടെ ഈ 4 ഡ്രാഗൺസും. ചുരുക്കി പറഞ്ഞാൽ ചൈനയിലെ ആളുകളെ സേവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 4 ഡ്രാഗൺസും റിവറായി മാറിയത്. ഓക്കെ, ഇത്ര ക്ലിയർ ആയ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ നമുക്ക് അടുത്തൊരു കാര്യത്തിലോട്ട് പോവാം. വൊക്കാബുലറി നോക്കിക്കേ. പേജ് നമ്പർ 22 തന്നെ വൊക്കാബുലറി എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? വൊക്കാബുലറി വൊക്കാബുലറി. ഓക്കെ, ഇനി നമുക്ക് അതൊന്ന് സ്റ്റഡി ചെയ്യാം. അതിൻ്റെ അകത്ത് ആദ്യം കിടക്കണ്ട പ്രിഫിക്സ്. പ്രിഫിക്സ് എന്താന്ന് നോക്കേ. 1 or more letters arranged before a base word to form a new word is called a prefix. അതായത് നമ്മളൊരു ബേസ് വേർഡ് എഴുതും, അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? 2 or 3 ലെറ്റേഴ്സ് ചേർക്കുമ്പോൾ പുതിയൊരു വേർഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ടീച്ചർ പറയുകയാണെങ്കിൽ
ഹാപ്പി എന്ന് നമ്മൾ പറയും ഇല്ലേ, സന്തോഷം. അതിന്റെ മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ അക്ഷരങ്ങൾ ചേർത്തുകൂടെ? അപ്പൊ നമ്മള് UN അൺ ചേർക്കുമ്പോൾ അത് എന്തായിട്ട് മാറി, വേറൊരു വേർഡായിട്ട് മാറി, അൺഹാപ്പി എന്നായിട്ട് മാറി അല്ലേ, സന്തോഷമില്ല. അപ്പൊ ഹാപ്പി എന്ന് പറയുന്ന ബേസ് വേർഡിന്റെ കൂടെ നമ്മള് ഒന്നോ രണ്ടോ അഡീഷണൽ ലെറ്റേഴ്സും കൂടെ ചേർക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഹാപ്പിയുടെ വാക്കിന്റെ മുമ്പിൽ ചേർക്കുമ്പോൾ അത് വേറൊരു വേർഡായിട്ട് മാറിയ ബേസ് വേർഡ് ഹാപ്പിയുടെ കൂടെ ഒന്നോ രണ്ടോ ലെറ്റർ ചേർക്കുമ്പോൾ പുതിയൊരു വേർഡായി അല്ലേ, ആ ബേസ് വേർഡ് മാറി പുതിയൊരു വേർഡായി അൺഹാപ്പി എന്നുള്ള വേർഡ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ബേസ് വേർഡിന്റെ മുന്നിൽ ഇല്ലേ, ബിഫോർ ഒന്നോ രണ്ടോ ലെറ്റർ കൂടെ ചേർത്ത് എഴുതുന്നതിനാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹാപ്പിയുടെ മുന്നിൽ നമ്മൾ അൺ ചേർത്തപ്പോൾ അത് അൺഹാപ്പി ആയിട്ട് മാറി. UN എന്ന് പറയുന്ന രണ്ട് ലെറ്റർ ചേർത്തിട്ട് നമ്മൾ അൺഹാപ്പി എന്ന് പറയുന്ന പുതിയൊരു വേർഡ് ഉണ്ട്, അതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ബേസ് വേർഡിന്റെ മുന്നിലായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ലെറ്റർ ചേർത്ത് എഴുതുന്നു. Okay, one or more letters arranged before a base word to form a new word. അതായത് ബേസ് വേർഡിന്റെ മുന്നിൽ ഒന്നോ രണ്ടോ പുതിയ ലെറ്റർ ചേർത്ത് നമ്മൾ പുതിയൊരു വേർഡ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റിൽ എക്സാമ്പിൾ അൺഹാപ്പി നമ്മൾ ചെയ്തു. അൺഫെയർ കണ്ടോ, ഫെയർ എന്ന് പറയുന്ന ഒരു വാക്കിന് മുന്നിൽ ഇതാണ് ബേസ് വേർഡ്. ഈ വേർഡിന് മുന്നിൽ നമ്മൾ UN എന്ന് പറയുന്ന രണ്ട് ലെറ്റർ ചേർത്തിട്ട് അൺഫെയർ എന്ന് പറഞ്ഞ പുതിയൊരു വേർഡ് ഉണ്ടാക്കി. അതുപോലെ പോസിബിൾ നമ്മൾ പറയത്തില്ലേ, പോസിബിൾ നമുക്ക് സാധിക്കില്ലേ, പോസിബിൾ എന്ന് പറയും. അപ്പൊ ആ ഒരു ബേസ് വേർഡിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്തു, IM എന്ന് പറയുന്ന രണ്ട് ലെറ്റർ കൂടെ ചേർത്ത് ഇംപോസിബിൾ എന്ന് പറയുന്ന പുതിയൊരു വേർഡായിട്ട് മാറി. ഇങ്ങനെ ഒരു ബേസ് വേർഡിന്റെ മുന്നിൽ ഒന്നോ രണ്ടോ വാക്ക് ലെറ്റർ ചേർത്ത് പുതിയൊരു വേർഡ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ പ്രിഫിക്സ് എന്നുകൊണ്ട് പറയുന്നത്. നോക്കിക്കേ, അൺഫെയർ, ഇംപോസിബിൾ, ലീഗൽ, അതിന്റെ മുമ്പിൽ ഇല്ല ചേർത്തപ്പം ഇല്ലീഗൽ, ലീഡ് അതിന്റെ മുന്നിൽ മിസ്ലീഡ്, റിയാക്ട് ആക്ടിന്റെ മുന്നിൽ റീ ചേർത്തപ്പം റിയാക്ട് എന്ന് പറഞ്ഞ പുതിയൊരു വേർഡായിട്ട് മാറി. അപ്പൊ അതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ കോമൺലി യൂസ്ഡ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ട്, എ ബി, ആന്റി, ഓട്ടോ, ബി, കോൺ, കോൺട്ര, ഡി, ഡിസ്, എക്സ്ട്രാ, ഇൻ, ഇൽ, ഇം, മിസ്, സബ്. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിഫിക്സ്. അതായത് ഓരോ വാക്കിന്റെയും മുന്നിൽ നമ്മൾ കോമൺ ആയിട്ട് ചേർക്കുന്ന ലെറ്റേഴ്സ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ നമ്മൾ അറിയത്തില്ലേ, അപ്പിയർ അതിന്റെ ഫ്രണ്ടിൽ ഡിസ് ചേർത്ത് എന്തായി ഡിസ്അപ്പിയർ എന്ന് വായിക്കാം ഇല്ലേ. അപ്പൊ അതാണ് പ്രിഫിക്സ്. ഇനി അടുത്തുണ്ട് സഫിക്സ് എന്ന് പറയുന്നത്. ഇതാണ് സഫിക്സ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് പ്രിഫിക്സ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ബേസ് വേർഡിന്റെ മുന്നിൽ അല്ലെ, ആഫ്റ്റർ മുന്നേ ഒരു ബേസ് വേർഡിന്റെ മുമ്പില് ബിഫോറിൽ നമ്മൾ ഒന്നോ രണ്ടോ ലെറ്റേഴ്സ് ചേർത്തിട്ട് പുതിയൊരു വേർഡ് ഫോം ചെയ്യുന്നതാണ് പ്രിഫിക്സ് എന്ന്. അപ്പൊ സഫിക്സ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. One or more letters arranged after the base word is called suffix. അതായത് ഒരു വേർഡ് എഴുതിയിട്ട് ഒരു ബേസ് വേർഡ് എഴുതിയിട്ട് അതിന് ശേഷം ഒന്നോ രണ്ടോ ലെറ്റർ കൂടി ചേർത്ത് പുതിയ വേർഡ് ഫോം ചെയ്യുന്നതിനാണ് സഫിക്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, എക്സാമ്പിൾ ഉണ്ടോ, പോട്ട് തന്നു. പോട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നേക്കുന്നു. അതിന്റെ കൂടെ നമ്മള് ABLE എന്ന് പറയുന്നത് 4 ലെറ്ററും കൂടെ ചേർത്തിട്ട് പുതിയൊരു വേർഡ് ഫോം ചെയ്തു. ഇപ്പൊ പോർട്ട് എന്തായിട്ട് മാറി, പോർട്ടബിൾ ആയിട്ട് മാറി. അപ്പൊ എന്താണ്, ഒരു ബേസ് വേർഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നോ അതിലധികമോ ലെറ്റേഴ്സ് ചേർത്തിട്ട് പുതിയൊരു വേർഡ് ഫോം ചെയ്യുന്നതാണ് സഫിക്സ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ബേസ് വേർഡ് എഴുതിയിട്ട് അതിന് മുമ്പിൽ ഒന്നോ രണ്ടോ ലെറ്റർ ചേർത്തിട്ട് പുതിയ വേർഡ് ഫോം ചെയ്ത പ്രിഫിക്സ് എന്ന് പറഞ്ഞു. സഫിക്സ് എന്ന് പറഞ്ഞാല് ഒരു വേർഡ്, ഒരു ബേസ് വേർഡ് എഴുതിയിട്ട് അതിനുശേഷം ഒന്നോ രണ്ടോ ലെറ്റർ നമ്മൾ ചേർത്തിട്ട് അല്ലേ, ഒന്നോ രണ്ടോ അല്പോ ലെറ്റർ ചേർത്തിട്ട് പുതിയൊരു വേർഡ് ഫോം ചെയ്യുന്നതാണ് സഫിക്സ് എന്ന് പറയുന്നത് ബേസ് വേർഡിന് ശേഷം. അടുത്ത എക്സാമ്പിൾ നോക്കേ, കോമിക്കൽ. ഇവിടെ നമുക്കിക്കെ കോമിക് എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബേസ് വേർഡിന് ശേഷം 2 ലെറ്റർ കൂടെ ചേർത്ത് കോമിക്കൽ എന്ന് പറയുന്ന പുതിയൊരു വേർഡ് ആയതാണ് സഫിക്സ്. അങ്ങനെ പുതിയൊരു വേർഡ് രൂപം കൊള്ളുന്നതാണ് സഫിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത നോക്കിക്കേ, ബ്യൂട്ടി. ബ്യൂട്ടി തന്നേക്കും, അതിന്റെ കൂടെ FUL കൂടെ ചേർത്തപ്പോൾ എന്തായി, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പുതിയൊരു വേർഡ്. പിന്നെ സിംപ്ലിഫൈ, ചൈൽഡ്ഹുഡ് കേട്ടോ, ചൈൽഡ് തന്നേക്കും, അതിന്റെ കൂടെ HOD ചേർത്ത് ചൈൽഡ്ഹുഡ് ആക്കി എഴുതി. അപ്പൊ കോമൺലി ഒരു സഫിക്സ് ആണ് മെന്റ്, ITY, കുഡ്, ഷിപ്പ്, IBE, AL, OUS, FUL കണ്ടാ, ലെസ്, IFY, LY. ഇതൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്ന സഫിക്സ്. അപ്പൊ അതിന്റെ താഴെ filling the blanks with the suitable prefix, filling the blanks with the suitable suffix തന്നേക്കുന്നു. അപ്പൊ അത് രണ്ടും ടീച്ചറിന് ഹോംവർക്ക് ആയിട്ട് എഴുതി അയച്ചു തരണം, ഫില്ല് ചെയ്ത് ടീച്ചറിന് അയച്ചു തരണം. നമ്മൾ സ്റ്റഡി ചെയ്തു എന്താണ് സഫിക്സും പ്രിഫിക്സും. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ, ഇത്രയും പഠിച്ചതില് ഉണ്ടോ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. എങ്കിൽ നമുക്ക് ടീച്ചർ ഇപ്പൊ പറഞ്ഞ 2 ഹോംവർക്ക് ടീച്ചറിന് അയച്ചു തരണം. ഈ രീതിയിൽ 2 ചാപ്റ്റർ നോട്ട് ടീച്ചർ ഈ വീഡിയോ ബാക്കിൽ ആഡ് ചെയ്തേക്കാം. റൈറ്റ് ചെയ്തിട്ട് ടീച്ചറിന് മെസ്സേജ് സെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ചിട്ട് വോയിസ് മെസ്സേജും സെൻഡ് ചെയ്ത് തരണം.
ഓക്കെ, ഒരു ഡൗട്ടും ഇല്ലല്ലോ. നമുക്ക് ക്ലാസ് ഫൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മലയാളം നമ്മളുടെ പുതിയ ചാപ്റ്റർ തുടങ്ങി, പാഠം 4 പാത്തുമ്മയുടെ ആട് അല്ലേ. അപ്പോൾ അത് നമ്മൾ കുറച്ച് പഠിച്ചു അല്ലേ, കുറച്ച് പഠിച്ചു. വളരെ നല്ലൊരു കഥയാണ്, കേട്ടിരിക്കാൻ നല്ല കഥയാണ് അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുക്കുക. പേജ് നമ്പർ 19, പേജ് നമ്പർ 19. ഓക്കെ, നോക്കിയേ. നമ്മളിനി ബാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയതിന്റെ ബാക്കിയാണ് ഇപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു ദിവസം ബഷീർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്തുമ്മയുടെ ആട് വരാന്തയിൽ കയറി അദ്ദേഹത്തിന്റെ കൂടെ ഒരു മിശ്ര ഭോജനത്തിന് തയ്യാറായി. ബഷീർ ഒച്ചയെടുത്തു, പാത്തുമ്മ ഓടിവാ. പാത്തുമ്മ ഓടി വന്ന് അതിനെ മുറ്റത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ അതിനെ കയറിട്ടു വല്ലയിടത്തും കെട്ടിയിട്ട് കൂടെ എന്ന് ബഷീർ ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം ബഷീർ എന്ത് ചെയ്യുകയാണ്, ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കഥാപാത്രം ആരാണ്, നമ്മളുടെ പാത്തുമ്മയുടെ ആട് അല്ലെ. ആട് കൂടി എന്ത് വന്നു, ഈ ബഷീർ കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്തോട്ട് വന്നു. അപ്പോൾ അതിങ്ങോട്ട് കയറി വന്നപ്പോഴേക്ക് നമ്മളുടെ ബഷീർ എന്ത് ചെയ്തു, വലിയ വായില് ആരെ വിളിച്ചു, പാത്തുമ്മ ഓടി വരാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്ക് നമ്മുടെ പാത്തുമ്മ എന്ത് ചെയ്തു, ഓടി വന്നിട്ട് ആടിനെ പിടിച്ച് വലിച്ച് എന്ത് ചെയ്തു, അങ്ങ് പുറത്ത് മുറ്റത്തോട്ട് കൊണ്ടുപോയിട്ട് അപ്പോഴേക്ക് നമ്മുടെ ബഷീർ ചോദിക്കുകയാണ്, നിനക്ക് ആ ആടിനെ എന്ത് ചെയ്തൂടെ, ഒരു കയറെങ്ങാനും വെച്ചൊന്ന് കെട്ടിയിട്ടൂടെ, ഇങ്ങനെ അഴിച്ചു വിടാതെ എല്ലാം അവിടെ ഇവിടെ ഒക്കെ വന്ന് എല്ലാം തട്ടിയിടുകയും എല്ലാം തിന്നുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആടിനെ നിനക്ക് ഒരു കയറിട്ട് കെട്ടി എങ്ങാനും വെച്ചൂടെ എന്ന് ചോദിക്കുന്നു. കയറിടണത് ഇതിന് ഇഷ്ടമല്ല വല്യേക്കാക്ക എന്നായിരുന്നു പാത്തുമ്മയുടെ മറുപടി. അപ്പോൾ ഈ ആടിനെ വല്ല കയറെങ്ങാനും വെച്ച് കെട്ടിയിട്ടൂടെ എന്ന് നമ്മളുടെ ബഷീർ ചോദിച്ചപ്പോൾ പാത്തുമ്മ എന്താ പറയുന്നത്, ഈ ആടിനെ കയറൊന്നും ഇട്ട് കെട്ടി വെക്കുന്നതൊന്നും നമ്മുടെ ഈ ആടിന് ഇഷ്ടമല്ല എന്ന് ഉത്തരവും പറഞ്ഞു. ആ ആടിന് ആ വീട്ടിൽ മനുഷ്യരെക്കാൾ സ്വാതന്ത്ര്യമായിരുന്നു. അതിനെ ആരെങ്കിലും ശാസിക്കുകയോ തല്ലുകയോ ചെയ്താൽ പാത്തുമ്മയുടെ ഭാവം അങ്ങ് മാറും അല്ലേ. അപ്പോൾ ആ ആടിന് എന്താണ്, അവിടെയുള്ള വീട്ടിലെ മറ്റ് അംഗങ്ങളെക്കാളൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം, എവിടെ വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും തട്ടിയിട്ട് നശിപ്പിച്ച് എന്ത് തിന്നാലും ഒന്നും ആരും ഒന്നും പറയത്തില്ല. അഥവാ ആരെങ്കിലും ആടിനെ ചീത്ത പറയുകയോ വഴക്ക് പറയുകയോ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാത്തുമ്മ എന്ത് ചെയ്യും, അവരുടെ ഭാവം അങ്ങ് മാറും. അവർക്ക് ഇഷ്ടമല്ല അല്ലേ. അവർക്ക് എന്താണ്, തൻ്റെ ആടിനെ ആരും കുറ്റം പറയുന്ന വഴക്ക് പറയുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ ആട് പെറട്ടെ അപ്പൊ കാണാം എന്നൊരു ഭീഷണി മുഴക്കിയിട്ട് പാത്തുമ്മ ആടിനെ പിടിച്ചുകൊണ്ട് പോകും. ഹനീഫ എന്ന ഒരനിയൻ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു ഭീഷണി മുഴക്കും, ഞാൻ പട്ടാളത്തിൽ പൊക്കോളാം അല്ലേ. അപ്പോ നമ്മളുടെ ഈ ആടിനെ ആരെങ്കിലും വഴക്ക് പറയുകയാണെങ്കിൽ പാത്തുമ്മ ഉടനെ പറയും, ആടൊന്ന് എന്ത് ചെയ്യട്ടെ, പ്രസവിക്കട്ടെ അല്ലേ. അതായത് ആട് പ്രസവിക്കുമ്പോൾ കുട്ടികൾ വരും, ആട്ടിൻകുട്ടികൾ വരും അല്ലേ. അത് മാത്രമല്ല പാല് കിട്ടും അല്ലേ. അപ്പൊ അതൊക്കെ വിറ്റ് എൻ്റെ കയ്യിൽ ഒരുപാട് കാശൊക്കെ വരും എന്നാണ് ഈ ആട് പ്രസവിക്കട്ടെ എന്നതുകൊണ്ട് നമ്മളുടെ ഈ പാത്തുമ്മ പറയുന്നല്ലേ. അപ്പൊ എൻ്റെ കയ്യിൽ ഒരുപാട് കാശൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോൾ ഞാൻ തരത്തില്ല എന്നുള്ള രീതിയിലാണ് പാത്തുമ്മ എന്ത് ചെയ്യുന്നത്, ആടിനെ വഴക്ക് പറയുമ്പോൾ എല്ലാവരെയും ഭീഷണിപ്പെടുത്തും. അതുപോലെ തന്നെ ആ വീട്ടിലെ മറ്റൊരാളാണ് ആര്, ഹനീഫ അല്ലെ. അനിയനാണ് നമ്മളുടെ ബഷീറിന്റെ ഒക്കെ അനിയനാണ് ആര്, ഒരു ഖനീഫ എന്ന് പറയും. അപ്പൊ ഈ ഹനീഫയെ ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ ഇതുപോലെയാണ്, ഉടനെ പറയും ഞാൻ എന്ത് ചെയ്യും, പട്ടാളത്തിൽ പോകുമെന്ന് പറയാം അല്ലെ. പണ്ട് പട്ടാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ തിരിച്ച് വീട്ടിൽ വരാനായിട്ട് പറ്റത്തുള്ളൂ. അന്ന് നമുക്ക് ഇപ്പോഴത്തെ കണക്ക് മൊബൈൽ ഫോണും ഒന്നും പറ്റത്തില്ല അല്ലെ. ഇപ്പം ഒരു കത്ത് എഴുതിയ 3-4 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മളുടെ വീട്ടിലൊക്കെ കിട്ടുന്നത്. അപ്പൊ അതിന് അത്രയും നാൾ കഴിയുമ്പോഴേ അവരെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വിവരം നമുക്ക് അറിയാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ പറയാണ്, ഞാൻ എന്ത് ചെയ്യും, എന്നെ വഴക്ക് പറഞ്ഞ് ഞാൻ അങ്ങ് പട്ടാളത്തിൽ പോയി ചേരുമെന്ന് ഭീഷണി മുഴക്കും. അത് ചുമ്മാ ഒരു ഡാവാണെന്നും ബഷീർ പറയുന്നത്. മൂപ്പർ കാര്യം കാണാൻ ഇറക്കുന്ന ഒരു നമ്പർ. മറ്റൊരനിയൻ അബ്ദുൽ ഖാദറിന് ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ചത് കൊണ്ട് നടക്കാൻ വിഷമമാണ്. പക്ഷേ കക്ഷി ഒരിക്കൽ ബഷീറിനെ വലച്ചു കളഞ്ഞു. ബഷീർ എഴുതിയ ഒരു കഥ വായിച്ചിട്ട് ധരണ പടുവായ അനിയൻ ഒരു ചോദ്യം, ഇക്കാക്ക ഈ വാചകത്തിലെ ആഖ്യാദ്യം എവിടെ? ബഷീറിന് ദേഷ്യം വരാതിരിക്കുമോ? നീ പോടാ ചട്ടുകാല, അവന്റെ ഒരു ആഖ്യാതം.
അല്ലേ? അപ്പോ അവിടത്തെ ഒരു വ്യക്തി നമ്മളുടെ പാത്തുമ്മ, പിന്നെ ഒരു അനിയനാണ് ഹനീഫ, പിന്നെ ഒരു അനിയന്റെ പേര് പറഞ്ഞു അബ്ദുൽ ഖാദർ അല്ലെ. അപ്പോൾ ഈ അബ്ദുൽ ഖാദർ എന്താണ്, ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച് എന്താണ് കാലിന് തീരെ സുഖമില്ലാത്തൊരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ അതായത് കാലിന് എന്താണ് നടക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഈ അബ്ദുൽ ഖാദർ. അപ്പോൾ അബ്ദുൽ ഖാദർ എന്താണ് നടക്കാനൊക്കെ കാലിന് അത്ര സുഖമില്ലാത്തത് കൊണ്ട് നടക്കാനൊക്കെ പൊതുവെ എന്താണ് ഭയങ്കര വിഷമമാണ്. അപ്പോ ഇങ്ങനെ കാലിന് വയ്യെങ്കിൽ പോലും ഒരു ദിവസം നമ്മുടെ ബഷീർ എന്ത് ചെയ്യണം, ഒരു കഥ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ആ കഥ നമ്മുടെ അബ്ദുൽ ഖാദർ വായിച്ചിട്ട് ബഷീറിനോട് ചോദിച്ചു, ഈ കഥയിലെ ആഖ്യാനം അതിന്റെ ഉള്ളടക്കം അല്ലെ, അതിന്റെ പൊതുവായിട്ടുള്ള ഒരു എന്താണ് ഒരു നമ്മളിപ്പോ പറഞ്ഞില്ല ഏതൊരു കഥയിലും ഒരു ഗുണപാഠം അല്ലെങ്കിൽ ഒരു ആശയം കാണും അല്ലെ, അതുപോലെ അതിനകത്തുള്ള ആഖ്യാനം എന്തെന്ന് ചോദിച്ചു. പെട്ടെന്ന് നമ്മുടെ ബഷീറിന് തിരിച്ചും മറുപടി പറയാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ ബഷീർ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്തു, അവനോട് പറഞ്ഞു, നീ പോടാ ചട്ടുകാല, അവന്റെ ഒരു ആഖ്യാനം അല്ലെ, എന്നിട്ട് പറഞ്ഞു നീ പോടാ ചട്ടുകാല എന്ന് അല്ലെ. ചട്ടുകാല എന്ന് പറഞ്ഞാൽ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് വിളിച്ചതാണ് അല്ലെ. അപ്പൊ ദേഷ്യം വന്നപ്പോ നമ്മുടെ ബഷീർ എന്ത് ചെയ്തു, അവനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ആ ചോദ്യത്തിൽ നിന്ന് പതുക്കെ അങ്ങ് ഒഴിഞ്ഞു മാറി. ചെറുപ്പത്തിലെ നെയ്യും പഞ്ചസാരയും കട്ടു തിന്നാൻ ബഷീറിന്റെ കമ്പനി ഈ അബ്ദുൽ ഖാദർ ആയിരുന്നു അല്ലെ. അപ്പോൾ ചെറുപ്പത്തിൽ കൊച്ചുനാളില് എന്താണ് നെയ്യും പഞ്ചസാരയൊക്കെ വീട്ടിൽ നിന്ന് ആരും കാണാതെടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബഷീറിന്റെ കൂട്ടത്തിലുള്ളത് ആരായിരുന്നു, ഈ അബ്ദുൽ ഖാദറും ബഷീറും കൂടെ ആയിരുന്നു പണ്ട് കാലത്തെ കുഞ്ഞുനാളില് വീട്ടിൽ പഞ്ചസാരയും നെയ്യും ഒക്കെ ആരും കാണാതെ തിന്നുന്ന കൂട്ട്. കട്ട മുതൽ രുചിയോടെ സാപ്പിട്ട ശേഷം ഇക്കാക്കയെ പേടിപ്പിക്കാനും മൂപ്പർ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഉമ്മായോട് പറഞ്ഞു കൊടുക്കും അല്ലെ. എന്നിട്ട് രണ്ടുപേരും കൂടെ പോയി ആരും കാണാതെ എന്ത് ചെയ്യും, ഈ പഞ്ചസാര നെയ്യൊക്കെ അങ്ങ് തിന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ അബ്ദുൽ ഖാദർ എന്ത് ചെയ്യും, ബഷീറിനോട് പറയും, എല്ലാം കട്ടങ്ങ് തിന്നിട്ട് പറയാണ്, ഈ തിന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഉമ്മയോട് എന്ത് ചെയ്യും, പോയി പറഞ്ഞു കൊടുക്കും എന്നും കൂടെ ഭീഷണിപ്പെടുത്തും. കാരണം നമ്മുടെ അബ്ദുൽ ഖാദറിന് കാല് വയ്യ, അപ്പൊ അബ്ദുൽ ഖാദർ ഒറ്റയ്ക്കായിട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ ചെയ്യത്തില്ല എന്നുള്ള വിശ്വാസമായിരിക്കും വീട്ടില്. അപ്പൊ ആർക്കായിരിക്കും വഴക്ക് കിട്ടുന്നത്, സ്വാഭാവികമായിട്ടും നമ്മുടെ ബഷീറിന് അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുമായിരുന്നു, കട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഉമ്മയോട് പോയി പറഞ്ഞു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇവരൊക്കെയാണ് പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ. ഇതിൽ മറ്റൊരു രസകരമായ ഭാഗമുണ്ട്. ഒരു ദിവസം ബഷീർ വരാന്തയിൽ ചാരുകസേരയിൽ കിടന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. 2-3 വിദ്യാർത്ഥികൾ പഠിക്കും പുറത്തു വന്നു നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു അല്ലെ. ബഷീർ വിചാരിച്ചത് എന്താണെന്നോ, ആ പെൺകുട്ടികൾ ബഷീറിനെ സാഹിത്യകാരനെ കുറിച്ച് ആരാധനയോടെ എന്തൊക്കെയോ പറയുകയാണെന്ന്, ഒരു പക്ഷേ അവർ ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്നതായിരിക്കുമെന്നും ലജ്ജ കൊണ്ട് അടുത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുകയാവുമെന്നും ഒക്കെയാണ്. അപ്പോ നമ്മളുടെ ഈ പാത്തുമ്മയുടെ ആടെന്ന ഈ ഒരു നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ട ബഷീർ, പാത്തുമ്മയുടെ ആട്, പാത്തുമ്മ, ഗനീഫ, അബ്ദുൽ ഖാദർ അല്ലെ. ഇത്രയും പേരാണ് നമ്മുടെ പാത്തുമ്മയുടെ ആടെന്ന ഈ ഒരു നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലെ. അപ്പൊ ഇതിന്റെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം ആ ഒരു നോവലിൽ കുറച്ച് ഭാഗങ്ങളാണ്. ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു ഭാഗം നിങ്ങളുടെ ഈ ഒരു പാഠത്തിൽ നിങ്ങൾക്ക് പറയുന്നുണ്ട്. നോക്കിക്കേ എന്താണെന്ന്. ഒരു ദിവസം ബഷീർ വരാന്തയിൽ ചാരുകസേരയിൽ കിടന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. ഒരു ദിവസം നമ്മുടെ ബഷീർ വീടിന്റെ മുറ്റത്ത് വരാന്തയിൽ ഒരു ചാരു കസേരയൊക്കെ ഇട്ട് അതിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്യുകയായിരുന്നു, ഒരു നോവല് വായിക്കുകയായിരുന്നു. കണ്ടോ ഇവിടെ കണ്ടോ, നോവൽ വായിക്കുന്ന പോലെ ചാരു കസേരയിൽ ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ഇരുന്നപ്പോ പുറത്ത് അല്ലെ, വീടിന്റെ പുറത്ത് എന്ത് ചെയ്തു, 2-3 വിദ്യാർത്ഥികൾ എന്തൊക്കെയോ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു അല്ലെ. ചാരുകസേരയിൽ ഇങ്ങനെ വളരെ ജാടയോടൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ കുട്ടികളെ നോക്കുന്നില്ല. പക്ഷെ ബഷീറിന് എന്ത് ചെയ്യാം, ഈ കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്. അവരവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്ന ബഷീർ കാണുന്നുണ്ട്. ബഷീർ വിചാരിക്കുന്നത് എന്താണ്, ആ പെൺകുട്ടികൾ ബഷീർ എന്ന സാഹിത്യകാരനെ കുറിച്ച് ആരാധനയോടെ എന്തൊക്കെയോ പറയുകയാണെന്നും ഒരു പക്ഷേ അവർ ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്നതായിരിക്കുമെന്നും ലജ്ജ കൊണ്ട് അടുത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുകയാവുമെന്നും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ബഷീർ വിചാരിക്കുന്നത് താനൊരു വലിയ സാഹിത്യകാരനാണ് അല്ലെ. ഒരുപാട് നോവലൊക്കെ എഴുതിയിട്ടുണ്ട്, കുറെ നോവലൊക്കെ പ്രസിദ്ധീകരിച്ച് ബുക്കുകളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ സാഹിത്യകാരനാണ്. അപ്പൊ എന്നെ കുറിച്ച് വളരെ ആരാധനയോട് കൂടി എന്ത് ചെയ്യാണ്, ആ പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചിരിക്കുകയാണ്.
എന്നിട്ട് അവർക്ക് എൻ്റെ അടുത്തോട്ട് വന്ന് എന്താണ് ഓട്ടോഗ്രാഫ് അല്ലേ, നമ്മൾക്ക് ഓട്ടോഗ്രാഫ് ഒക്കെ നമ്മൾ അറിയാം, വലിയ പ്രശസ്തരായ വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ അവരെ പറ്റിയിട്ട് നമ്മുടെ ബുക്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് എഴുതാനും അവരുടെ ഒരു സൈൻ ഒക്കെ ഇട്ട് ഒപ്പൊക്കെ ഇട്ട് തരാനും ഒക്കെ പറയുന്ന ഓട്ടോഗ്രാഫ് അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അവർ ഇങ്ങോട്ട് പതുക്കെ വന്ന് എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങും. അപ്പൊ ആ ഓട്ടോഗ്രാഫ് വാങ്ങാൻ വരാൻ അവർക്ക് ഭയങ്കര എന്താണ് ഒരു ചമ്മല്, ഒരു നാണക്കേട് എൻ്റെ അടുത്തോട്ട് വരാൻ. അപ്പൊ അതിനെ പറ്റി സംബന്ധിച്ച് അവർ എന്തൊക്കെയോ അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് എന്നാണ് നമ്മളുടെ ബഷീർ എന്ത് ചെയ്യുന്നത്, ഈ ചാരുകസേരയിൽ കിടന്നുകൊണ്ട് വിചാരിക്കുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. പെൺകുട്ടികൾ ഉമ്മയുടെ അടുത്തെത്തി. ഉമ്മ മടിയിൽ നിന്ന് മുഴുത്ത പഴുത്ത കുറെ ചാമ്പയ്ക്കുകൾ എടുത്ത് അവർക്ക് കൊടുത്തു. അവർ അതിന്റെ വിലയായി എന്തോ നാണയം ഉമ്മയ്ക്കും നൽകി. ചിരിച്ചുകൊണ്ട് ബഷീറിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ പോകുകയും ചെയ്തു. അപ്പോ ബഷീർ ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അമ്മ എന്ത് ചെയ്തു, ബഷീറിന്റെ ഉമ്മ എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നിട്ട് തന്റെ മടിയിൽ നിന്ന് എന്താണ് കുറച്ച് നല്ല പഴുത്ത വലിയ ചാമ്പയ്ക്കകൾ എന്ത് ചെയ്തു ഈ പെൺകുട്ടികൾക്ക് അങ്ങ് കൊടുത്തു. അപ്പൊ പെട്ടെന്ന് ഈ പെൺകുട്ടികൾ ആ ചാമ്പയ്ക്ക വാങ്ങിയിട്ട് തന്റെ കയ്യിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നും ആ ചാമ്പയ്ക്കയ്ക്ക് കുറച്ച് നാണയം അല്ലെ പൈസ എന്ത് ചെയ്തു ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്ത് ചെയ്തു ഉമ്മയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് നമ്മുടെ ചാരുകസേരയിൽ കിടക്കുന്ന ബഷീറിനെ നോക്കുകയോ ഒന്ന് മൈൻഡ് ചെയ്യുകയോ ഒന്ന് ചിരിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്ത് ചെയ്തു ചാമ്പയ്ക്കയും വാങ്ങിക്കൊണ്ടങ്ങ് പോയി. അപ്പൊ ഈ കൊച്ചുങ്ങള് ഈ പെറുകുറുക്കുന്നതും ഈ ചിരിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ ചാമ്പക്കയെ നോക്കിയിട്ടും ഈ ഉമ്മ ഈ ചാമ്പക്ക പറിച്ച് കൊണ്ടു കൊടുക്കും എന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ ബഷീറിനെ മൈൻഡ് ചെയ്യുകയൊന്നും അല്ല അല്ലെ. പക്ഷെ നമ്മുടെ ബഷീർ എന്ത് ചെയ്യായിരിക്കാണ്, തന്നെ നോക്കി തന്റെ സാഹിത്യകാരന്റെ താൻ എഴുതുന്ന നോവലുകളൊക്കെ വായിച്ച് തന്നോട് ഭയങ്കര ആരാധനയൊക്കെ തോന്നി നിൽക്കുന്ന പെൺകുട്ടികളാണെന്നാണ് ബഷീർ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ആ ഒരു സാഹിത്യകാരന് ഇതെങ്ങനെ സഹിക്കും അല്ലെ. അതായത് താൻ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് തന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ല, അല്ലെങ്കിൽ തന്നോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ല, ഒന്ന് ചിരിച്ചത് പോലും ഇല്ല. അങ്ങനെയുള്ള ഈ സംഭവം നമ്മുടെ ബഷീറിനൊട്ടും സഹിച്ചില്ല. ബടുക്കൂസുകൾ കഴുതത്തലച്ചുകൾ ഒന്നും ശരിയാകില്ല. അപ്പൊ നമ്മുടെ ബഷീറിന് ഭയങ്കര ദേഷ്യം. ആ വന്ന പെൺകുട്ടികളെ കളിയൊക്കെ കൊണ്ട് പറയാണ് ബടുക്കൂസുകൾ അല്ലെ, ബുദ്ധിയില്ലാത്ത ബടുക്കൂസുകൾ, കഴുതത്തലച്ചുകൾ അല്ലെ, കഴുത വിവരമൊന്നുമില്ലാത്ത കഴുതകൾ, ഒന്നും ശരിയായില്ലെങ്കിൽ ജാടയിട്ടങ്ങ് പോയി എന്ന് ബഷീർ അവരെ മനസ്സിൽ ചീത്ത പറഞ്ഞു. ഇങ്ങനെ അത്യന്തം രസകരങ്ങളായ നിരവധി സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് വളരെ ലളിതമായി ജാടകളൊന്നുമില്ലാത്ത സ്വന്തം വീട്ടിലെ ഇല്ലായ്മകളും വല്ലായ്മകളും നർമ്മഭാവത്തോടെ മാറി നിന്ന് നോക്കി രസിക്കുന്ന ബഷീറിനെയാണ് പാത്തുമ്മയുടെ ആടിൽ നാം കാണുന്നത് അല്ലെ. ഇങ്ങനെ ഒട്ടും ജാടയൊന്നും ഇല്ലാത്ത വളരെ സാധാരണക്കാരനായിട്ടുള്ള, അതുപോലെ തന്നെ എന്താണ് തന്റെ സ്വന്തം വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളും അവിടുത്തെ വഴക്കുകളും അവിടുത്തെ ഇണക്കങ്ങളും അവിടുത്തെ സ്നേഹങ്ങളും അവിടുത്തെ ഇല്ലായ്മകളും എല്ലാം കൊണ്ട് ചേർത്ത് ഇണക്കി വെച്ച ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് നമ്മുടെ ഈ പാത്തുമ്മയുടെ ആട്. ഈ പാത്തുമ്മയുടെ ഉടനീളം നമ്മുടെ ബഷീറിന്റെ വീടും ആടും അതുപോലെ ബഷീറിന്റെ വീട്ടുകാര് അല്ലെ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് വിവരിക്കുന്നത്. ഇങ്ങനെ ഒരു സാധാരണ പ്രമേയം വെച്ചുകൊണ്ട് ഇത്രയധികം ഹൃദയസ്പർശിയായ രീതിയിൽ കഥ പറയാൻ ബഷീറിനെ കഴിയും അല്ലെ. അതായത് പ്രത്യേകിച്ച് നമ്മൾ എന്താണ് ഈ കഥയിൽ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്കൊട്ടും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ല. വളരെയധികം സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിൽ മനസ്സിലാവുന്ന രീതിയിൽ സ്വന്തം വീടിലെ അനുഭവങ്ങൾ എഴുതി നമുക്ക് ഇത്രത്തോളം വളരെ രസകരമായി തോന്നുന്ന ഒരു നോവൽ എഴുതി നമുക്ക് തരിക എന്നുള്ളത് ബഷീറിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. നിങ്ങൾ തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണിത്. കുടുംബബന്ധങ്ങളുടെ സവിശേഷമായ സൗന്ദര്യവും സംഗീതവുമാണ് ഈ നോവൽ. കൂട്ടുകാർ ഇത് വായിക്കാൻ മറക്കരുതേ അല്ലെ. അതായത് നിങ്ങൾ എന്തായാലും എല്ലാ കുട്ടികളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് നമ്മുടെ പാത്തുമ്മയുടെ ആട് എന്നുള്ളത്. കുടുംബ ബന്ധങ്ങളുടെ സവിശേഷമായ സൗന്ദര്യം, തൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ പറ്റിയും അവരോടുള്ള സ്നേഹവും അവർക്ക് തിരിച്ച് ബഷീറിനോടുള്ള സ്നേഹവും മൃഗങ്ങളോടുള്ള സ്നേഹവും അവിടുത്തെ സൗന്ദര്യവും ആ വീടിന്റെ സൗന്ദര്യവും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ രീതികളും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ നോവൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ നോവല് പരമാവധി വായിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ലൈബ്രറിയും ഒക്കെ കാണും അല്ലെ. ആ ലൈബ്രറിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബുക്കൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവിടെ ബുക്ക് കിട്ടുമെങ്കിൽ പാത്തുമ്മയുടെ ആട് എന്നുള്ള നോവൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വായിച്ചു വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറത്തെ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം എന്നുണ്ടെങ്കിൽ അത് സുഖമായിട്ട് കണ്ട് അതിന്റെ നോട്ട്സ് ഒക്കെ എഴുതി അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും കുറേ സമയമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാം. ഏറ്റവും നല്ല അറിവ് നേടാനുള്ള ഒരു മാർഗമാണ് പുസ്തക വായന എന്ന് പറയുന്നത് അല്ലെ. എത്രത്തോളം നമുക്ക് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുമോ അത്രത്തോളം അറിവ് നമ്മൾ അതിൽ നിന്നും ക്യാച്ച് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ
എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പാത്തുമ്മയുടെ ആടെന്നുള്ള ഈ നോവൽ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക തന്നെ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചത് ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ നോക്കുക. ഒരു ദിവസം ബഷീർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്തുമ്മയുടെ ആട് വരാന്തയിൽ കയറി അദ്ദേഹത്തിന്റെ കൂടെ ഒരു മിശ്ര ഭോജനത്തിന് തയ്യാറായി. ബഷീർ ഒച്ചയെടുത്തു, പാത്തുമ്മ ഓടിവാ. പാത്തുമ്മ ഓടി വന്ന് അതിനെ മുറ്റത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ അതിനെ കയറിട്ട് വല്ലയിടത്തും കെട്ടിയിട്ട് കൂടെ എന്ന് ബഷീർ ചോദിച്ചു. കയറിടണത് ഇതിന് ഇഷ്ടമല്ല വല്യേക്കാക്ക എന്നായിരുന്നു പാത്തുമ്മയുടെ മറുപടി. ആ ആടിന് ആ വീട്ടിൽ മനുഷ്യരെക്കാൾ സ്വാതന്ത്ര്യമായിരുന്നു. അതിനെ ആരെങ്കിലും ശാസിക്കുകയോ തല്ലുകയോ ചെയ്താൽ പാത്തുമ്മയുടെ ഭാവം മാറും. എന്റെ ആട് പെരട്ടെ, അപ്പ കാണാം എന്നൊരു ഭീഷണി മുഴക്കേറ്റ് പാത്തുമ്മ ആടിനെയും പിടിച്ചുകൊണ്ടു പോകും. ഖനീഫ എന്ന ഒരു അനിയൻ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു ഭീഷണി മുഴക്കും, ഞാൻ പട്ടാളത്തിൽ പൊക്കോളാം. അത് ചുമ്മാ ഒരു ഡാവാണെന്നു ബഷീർ പറയുന്നത്. മൂപ്പർ കാര്യം കാണാൻ ഇറക്കുന്ന ഒരു നമ്പർ. മറ്റൊരു അനിയൻ അബ്ദുൽ ഖാദറിനു ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ചത് കൊണ്ട് നടക്കാൻ വിഷമമാണ്. പക്ഷേ കക്ഷി ഒരിക്കൽ ബഷീറിനെ വരച്ചു കളഞ്ഞു. ബഷീർ എഴുതിയ ഒരു കഥ വായിച്ചിട്ട് വ്യാകരണ പടുവായ അനിയൻ ഒരു ചോദ്യം, ഇക്കാക്ക ഈ വാചകത്തിലെ ആഖ്യാതം എവിടെ? ബഷീറിന് ദേഷ്യം വരാതിരിക്കുമോ? നീ പോടാ ചട്ടുകാല. അവന്റെ ഒരു ആഖ്യാതം. ചെറുപ്പത്തിൽ നെയ്യും പഞ്ചസാരയും കട്ട തിന്നാൻ ബഷീറിന്റെ കമ്പനി ഈ അബ്ദുൽ ഖാദർ ആയിരുന്നു. കട്ട മുതൽ രുചിയോടെ സാപ്പിട്ട ശേഷം ഇക്കാക്കയെ പേടിപ്പിക്കാനും മൂപ്പർ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഉമ്മായോട് പറഞ്ഞു കൊടുക്കും. ഇവരൊക്കെയാണ് പാത്തുമ്മയുടെ ആടെന്ന പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ. ഇതിൽ മറ്റൊരു രസകരമായ ഭാവമുണ്ട്. ഒരു ദിവസം ബഷീർ വരാന്തയിൽ ചാരുകസരയിൽ കിടന്ന പുസ്തകം വായിക്കുകയായിരുന്നു. 2-3 വിദ്യാർത്ഥികൾ പടിക്ക് പുറത്ത് വന്നു നിന്നോ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ബഷീർ വിചാരിച്ചത് എന്താണെന്നോ, ആ പെൺകുട്ടികൾ ബഷീർ എന്ന സാഹിത്യകാരനെ കുറിച്ച് ആരാധനയോടെ എന്തൊക്കെയോ പറയുകയാണെന്നും ഒരുപക്ഷെ അവർ ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്നതായിരിക്കുമെന്നും ലജ്ജ കൊണ്ട് അടുത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുകയാവുമെന്നും ഒക്കെയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. പെൺകുട്ടികൾ ഉമ്മയുടെ അടുത്തെത്തി. ഉമ്മ മടിയിൽ നിന്ന് മുഴുത്ത പഴുത്ത കുറെ ചാമ്പയ്ക്കകൾ എടുത്ത് അവർക്ക് കൊടുത്തു. അവർ അതിന്റെ വിലയായി എന്തോ നാണയം ഉമ്മയ്ക്കും നൽകി. ചിരിച്ചുകൊണ്ട് ബഷീറിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ പോകുകയും ചെയ്തു. ഒരു സാഹിത്യകാരൻ ഇതെങ്ങനെ സഹിക്കും? ബഡ്കൂസുകൾ, കഴുത്ത തലച്ചികൾ ഒന്നും ശരിയാകില്ല എന്ന് ബഷീർ അവരെ മനസ്സിൽ ചീത്ത പറഞ്ഞു. ഇങ്ങനെ അത്യന്തം രസകരങ്ങളായ നിരവധി സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് വളരെ ലളിതമായ ജാടകളൊന്നുമില്ലാതെ സ്വന്തം വീട്ടിലെ ഇല്ലായ്മകളും വല്ലായ്മകളും നർമ്മഭാവത്തോടെ മാറി നിന്ന് നോക്കി രസിക്കുന്ന ബഷീറിനെയാണ് പാത്തുമ്മയുടെ ആടിൽ നാം കാണുന്നത്. ഇങ്ങനെ ഒരു സാധാരണ പ്രമേയം വെച്ചുകൊണ്ട് ഇത്രയധികം ഹൃദയസ്പർശിയായ രീതിയിൽ കഥ പറയാൻ ബഷീറിനെ കഴിയൂ. നിങ്ങൾ തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണിത്. കുടുംബ ബന്ധങ്ങളുടെ സവിശേഷമായ സൗന്ദര്യവും സംഗീതവുമാണ് ഈ നോവൽ. കൂട്ടുകാർ ഇത് വായിക്കാൻ മറക്കരുതേ. നമ്മളുടെ ഇതിനകത്തെ പാത്തുമ്മയുടെ ആടെന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠം എഴുതിയിരിക്കുന്നത് കിളിരൂർ രാധാകൃഷ്ണൻ ആണ്. ആരാണ്? കിളിരൂർ രാധാകൃഷ്ണൻ. നമ്മളുടെ പാത്തുമ്മയുടെ ആടെന്നുള്ള ഈ ഒരു പാഠം നമ്മൾ ഇവിടെ പഠിച്ചു. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് കുറച്ച് എക്സസൈസ് അല്ലെ, നിങ്ങൾക്ക് പാഠഭാഗമുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നിങ്ങൾ ഇന്ന് വീട്ടിൽ ഇരുന്ന് ഈ ടെക്സ്റ്റ് ബുക്ക് ബാക്കി നന്നായിട്ട് വായിക്കുക. ഇത് ഇത്രയും വായിക്കാതെ ആദ്യം തൊട്ടേ വായിച്ചു തുടങ്ങുക കേട്ടോ. പാത്തുമ്മയുടെ ആദ്യം തൊട്ട് വായിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഈ ഉത്തരം എഴുതുക ടീച്ചർ തരുന്നത് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. താങ്ക് യു.